സ്വരസാഗര എന്റർടൈനേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇടവേള കൂടാതെയാണ് ഞങ്ങൾ ഈ നൃത്തനാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെയും സവിശേഷമായ ശ്രദ്ധയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ദേവി ശാകംഭരി അനുഗ്രഹിച്ചാൽ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം സ്വരസാഗര എന്റർടൈനേഴ്സിന്റെ നൃത്തനാടകം ആരംഭിക്കുകയായി. ഈ നൃത്തനാടകത്തിന്റെ സുഗമമായ അവതരണത്തിന് വേദിയിലേക്ക് വെളിച്ചം വീശാൻ സാധ്യതയുള്ള എല്ലാ ദീപാലങ്കാരങ്ങളും ദയവായി ബന്ധപ്പെട്ടവർ അണച്ചു തരിക. തിരുവനന്തപുരം സ്വരസാഗര എന്റർടൈനേഴ്സിന്റെ ഏറ്റവും പുതിയ നൃത്തനാടകം ദേവി ശാകംഭരി. അസുരകുലത്തിന്റെ ആത്മാഭിമാനത്തെ മുച്ചൂട് നശിപ്പിച്ച ഘോരയുദ്ധത്തിന്റെ ബാക്കി പത്രമായി നാഗസൈരന്ധ്രിക്ക് പ്രാർത്ഥന ഒന്നു മാത്രം: സമസ്ത ലോകങ്ങൾക്ക് മേൽ വിജയാധിപത്യം ഉണ്ടാകാൻ ഈ മായാപുരിയുടെ പ്രജാപതിക്ക് കാവലാളായി നാഗമാതാവ് ഒപ്പം ഉണ്ടാകണം. കണ്ണീരൊഴുക്കി സ്ത്രൈണമായ നിലവിളികളില്ലാതെ ആത്മരോക്ഷത്തോടെ ഈ എളിയവൾ കഴികൂപ്പുകയാണ്. ഓം നാഗാത്മികായേ നാഗരൂഢയേ നമഃ. ഓം ആകാശബീജായ നാഗായ പ്രമോദായ നമഃ. ഓം പൃഥ്വീകൽപായ നാഗായ നാഗരാജായ അഗ്നയേ നമഃ. അമാവാസിയുടെ ഇരുൾ സന്ധ്യയിൽ നാഗസൈരന്ധ്രി എത്തിയത് നാഗമാതാവിന് തിരിതെളിയിക്കാനോ അതോ ദുർഗമന്റെ ആഗമനം അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഉന്മാദത്തിന്റെ കനലരിയിക്കാനോ? നാഗാഷ്ടകം ചൊല്ലിയതും നാഗങ്ങൾക്ക് 100 പാലും നേദിച്ചതും ഉടൽ നിറയെ ഉന്മാദം കൊണ്ടല്ല. രാക്ഷസരാജനായ എന്റെ ദുർഗമന്റെ ഉയിരിനും ഉരുക്കുമുഷ്ടിക്കും സർവ്വലോകങ്ങളിലും വിജയമുണ്ടാകാൻ നാഗദൈവങ്ങളുടെ അനുഗ്രഹം തേടിയാണ്. ആണനക്കങ്ങളിലും ചെറുനിശ്വാസങ്ങളിൽ പോലും കണ്ണും മനസ്സും കൂർപ്പിക്കുന്ന ഈ ദുർഗമന് ആപത്സംഗ ലവലേശമില്ലാതെ നിന്റെ വാക്കുകൾക്ക് കണ്ണും കരടും നൽകാനാകും. പാഠശാലകളിലും ആയുധപ്പുരകളിലും നെയ്യും മനവും കാലുഷ്യത്തിലാകുമ്പോഴൊക്കെയും കണിഷ്ഠതയുടെ നേർരേഖയിലേക്ക് നമ്മെ വിരൽ ചൂണ്ടി നടത്തിയ നിന്നെ നാം എങ്ങനെ ചോദ്യം ചെയ്യും? ദുർഗമരാജൻ, ഈ മായാപുരിയുടെ ഭൂതകാലങ്ങളെ അരുമയോടെ സൂക്ഷിക്കുന്ന അങ്ങയുടെ ഓർമ്മകളിൽ ഈ നാഗിനിയും ഒപ്പമുണ്ടെന്നറിഞ്ഞതിൽ നിറയെ സന്തോഷമാണ്. നമ്മുടെ പൂർവ്വസൂരികളുടെ യുദ്ധ കൗശലങ്ങൾക്ക് മേൽ ദേവഗണങ്ങളുടെ വിജയം അത് ഈ ദുർഗമന്റെ ബാല്യത്തിലെ നടുക്കുന്ന ഓർമ്മയാണ്. ഉഗ്രപ്രതാപിയായ നമ്മുടെ പിതാവ് രുരു മഹാരാജാവിന് നിത്യാന്തത സമ്മാനിച്ച ദേവശ്വാന ഗണങ്ങൾക്ക് മരണത്തിന്റെ ഗുണിതങ്ങൾ കൊണ്ട് പ്രതികാരം ഉറപ്പിച്ചിരിക്കുന്നു ഈ ദുർഗമൻ. നെഞ്ചുറപ്പോടെയുള്ള ഈ പോർവിളി നാഗിനിയുടെ കാതുകൾക്ക് സംഗീതമാണ്. ആത്മവിശ്വാസമുള്ള ദുർഗമന്റെ വായ്ത്താരിയെ സ്വീകരിച്ചു തന്നെ പറയട്ടെ. അമ്മ മഹാറാണിയുടെ കൈപിടിച്ച് മാത്രം അന്തഃപുരത്തിലൂടെ നടക്കുന്ന നമ്മുടെ രുരു മഹാരാജാവിന്റെ അവസ്ഥ ഈ പുത്രനുണ്ടാകരുത്. നീക്കരുത്തും ആയുധപാഠവും മാത്രമല്ല മഹാരാജൻ, ദേവലോകവുമായുള്ള യുദ്ധങ്ങൾക്ക് ആധാരശില. ഉപദേശം നിർത്തി നാവടക്കുക നാഗിനി. വടവൃക്ഷത്തിന്റെ തായ്വേര് കണക്കെ നമ്മുടെ ഹൃദയ ഭിത്തിയിൽ ആഴ്ന്നിറങ്ങിയ ചില തീരുമാനങ്ങളുണ്ട്.
പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ദിവ്യമായ വരലബ്ധി. അതൊന്നു മാത്രമാണ് ദുർഗമന്റെ ലക്ഷ്യം. അങ്ങയുടെ തിരുവുള്ളം ഈ നാഗിനിക്ക് അറിവുള്ളതല്ലേ? കോപതാപങ്ങളുടെ ഉച്ചസ്ഥായിയിൽ പുരാവൃത്തങ്ങളുടെ കനൽക്കട്ടകളിൽ നാഗസൈരന്ധ്രിയിലും താപം നിറയ്ക്കുന്നുണ്ട്. ഇന്ന് അമാവാസിയാണ്. നാഗമാതാവിനെ തൊഴുതാലും മഹാരാജ. നാഗിനി, വരുന്ന ചന്ദ്രോദയത്തിന് നാം യാത്ര തിരിക്കും. ഈ ദുർഗമന്റെ പടയൊരുക്കത്തിന്റെ മഹാതപസ് ആരംഭിക്കുകയാണ്. നാം മടങ്ങി വരും വരെ മായാപുരി കൊട്ടാരത്തിന്റെ ആവലാദികളിൽ, ഭരണ വിഷയങ്ങളിൽ, ആപഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മന്ത്രിയോടൊപ്പം കണ്ണും കാതുമായി നാഗസൈരന്ധ്രിയും നിന്റെ ഉടവാൾ തിളക്കവും ഉണ്ടാകണം. തീർച്ചയായും മഹാരാജൻ. ശംഖൊലി മുഴങ്ങിയത് കേട്ടില്ലേ? അത്താഴപൂജയുടെ മണിനാദം കേട്ടില്ലേ? ഒരിക്കൽ കൂടി മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ നാഗിനിയുടെ മണിമാളികയിലേക്ക് നിറമനസ്സോടെ എത്തണം. അതിർവരമ്പുകളില്ലാത്ത ആഗ്രഹ പൂർത്തീകരണത്തിനായി. ഈ അമാവാസിയുടെ 2ാം യാമത്തിൽ കൽവിളക്കിലെ തിരുനാളം പോലെ നാഗിനി ദുർഗമന് വേണ്ടി മാത്രം അണയാതെ ജ്വലിച്ചു നിൽക്കും. മായാപുരിയുടെ മന്ത്രിക്ക് മാളികപ്പുരയിൽ എന്താണ് കാര്യം? അനുവാദമില്ലാതെ ഈ കിടപ്പറയിൽ കടന്നു വരാൻ താരാനാഥനെ പ്രേരിപ്പിച്ചത് എന്താണ്? നാം പറയുന്നത് പൂർണ്ണമായും കേൾക്കണം, എന്നിട്ട് മാത്രമേ. മുഖവരി എന്തിനു മന്ത്രി? രാജ്യകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് നാഗസൈരന്ധ്രിയുടെ കിടപ്പറയിലല്ല. അത് നാം പറയാതെ അറിയില്ലേ മന്ത്രി താരാനാഥൻ? അറിയാം. താരാനാഥന് ബുദ്ധിഭ്രമം ഇല്ല സൈരന്ധ്രി. വീരമൃത്യു വരിച്ച സൈന്യാധിപന്റെ മകൾ മായാപുരിയിലെ രാജകുമാരിയെ പോലെ ഇങ്ങനെ നമ്മെ ആക്ഷേപിക്കുന്നതിൽ ഭയവുമില്ല. അനുവാദം ചോദിക്കാതെ മാളികപ്പുരയിൽ എത്തിയതിന് ഖേദം പ്രകടിപ്പിച്ചു തന്നെ താരാനാഥൻ പറയുന്നു. നമ്മുടെ സിരകളിലും അസുരരക്തം തന്നെയാണ്. അപേക്ഷിച്ച് ശീലമില്ലാത്ത മായാപുരിയുടെ മന്ത്രിയായ നമുക്ക് രാജകൽപ്പനകളോട് മാത്രമാണ് വിധേയത്വം. സൈരന്ധ്രി, നമുക്ക് നിന്നോട് പ്രണയമാണ്. അതെ സൈരന്ധ്രി, നമുക്ക് നിന്നോട് പ്രണയമാണ്. പ്രണയം, അടങ്ങാത്ത പ്രണയം. എന്താ ഇവിടെ? നാഗിനിയുടെ മണിമാളികയിൽ ഈ അമാവാസി രാത്രിയിൽ നിനക്കെന്താണ് കാര്യം? അത് പിന്നെ കുമാരി ക്ഷണിച്ചിട്ട് വന്നതാണ്.
താരാനാഥനെ ചാരനായി ക്ഷണിച്ചത് സത്യമെങ്കിൽ നിനക്ക് നാം മരണശിക്ഷ വിധിക്കുന്നു. അഭിമാനവും ആണത്തവും അല്പമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ വാതുറന്ന് രാജകൽപ്പനയോട് പ്രതികരിക്കൂ താരാനാഥ. ഈ നാഗസൈരന്ത്രിയാണോ മാളികപ്പുരയിലേക്ക് നിന്നെ ക്ഷണിച്ചത്? മഹാരാജൻ പൊറുക്കണം. പ്രണയം കൊണ്ട് രാജനീതി മറന്ന ഈ മന്ത്രിക്ക് മറുപടി ഒന്നും ഇനിയില്ല. സ്നേഹം നിറഞ്ഞ തുറന്നു പറച്ചിലുകൾ പലവട്ടം അവഗണിച്ച നാഗസൈരന്ത്രിയോട് മനസ്സ് നിറയെ പകയായിരുന്നു. ഭരണ നിപുണത തെളിയിക്കേണ്ട കർമ്മസ്ഥാനത്ത് ഉടവാൾ ധരിച്ച ഉടലോടെ നീ പ്രണയത്തിന്റെ അന്തകവിത്ത് പാകിയിരിക്കുന്നു. പ്രജാപരിപാലനത്തിന് നിയോഗിച്ച നിന്റെ പ്രവർത്തികളിലെല്ലാം കാമത്തിന്റെ കറപുരണ്ടിരിക്കുന്നു. നിനക്ക് മരണമാണ് വിധി. ഘോര തപസ്സിന് മനസ്സൊരുക്കിയ മഹാരാജന്റെ ഉടലിലും ഉടവാളിലും ചഞ്ചലചിത്തനായ ഒരു ഭീരുവിന്റെ രുചിരൻ വീഴാൻ പാടില്ല. ആരവിടെ? സുകർമ്മത്തെ കാമം കൊണ്ടടന്ന ഈ രാജ്യദ്രോഹിയെ കാരാഗൃഹത്തിൽ അടയ്ക്കുക. ബ്രാഹ്മമുഹൂർത്തം പുലരും മുമ്പ് തടവറയിൽ ഒരു തൂക്കുകയർ ഉയരണം. അഗ്നി, ഇനി നീയാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്. താരാനാഥൻ ഇരന്നു വാങ്ങിയ മരണം. ക്ഷണമില്ലാതെ കടന്നു വന്ന താരാനാഥൻ ഇരന്നു വാങ്ങിയ മരണം. ക്ഷണിതാവായി ഈ മാളികയിലേക്ക് വന്ന എന്റെ ദുർഗമ പ്രജാപതിക്ക് ഈ നാഗസൈരന്ത്രി കാരണം മനോദുഃഖവും. മായാപുരിയുടെ കാവൽ ദൈവങ്ങളെ, കാഴ്ച നശിച്ചുവോ നിങ്ങൾക്ക്? കാഴ്ച നഷ്ടപ്പെട്ട നമ്മുടെ പിതാവ് രുരു മഹാരാജാവിന്റെ അന്തപുരവാസമാണ് ഈ അനാസ്ഥകൾക്കൊക്കെയും കാരണം. മഹാരാജൻ വിഷമമരുത്. യുദ്ധമുഖത്ത് വിജയമുറപ്പിച്ച നമ്മുടെ പിതാവിന്റെ കണ്ണുകൾക്ക് നേരെ ധർമ്മയുദ്ധത്തിന്റെ കാവ്യനീതി കാറ്റിൽ പറത്തി മായാസ്ത്രമെയ്ത ദേവചക്രവർത്തിയുടെ അവശേഷിച്ച അസ്ത്രങ്ങളൊക്കെയും ഒരു പരിച കണക്കെ നെഞ്ചോട് സ്വീകരിച്ച് മരണത്തിലേക്ക് ധീരമായി നടന്നിറങ്ങിപ്പോയ ഈ മായാപുരിയുടെ സൈന്യാധിപന്റെ മകളായ നീയാണ് ഇനി ഈ രാജ്യത്തിന്റെ മന്ത്രി. ഭൂതകാലത്തിന്റെ കയ്പ് നീരുന്നുവെന്ന് ഇനി നാഗസൈരന്ത്രി തളരില്ല. അനാഥയായ സൈന്യാധിപന്റെ മകളെ അറിവും ആയോധനവും തന്നു പരിപാലിച്ച അങ്ങയുടെ പിതാമഹന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് മായാപുരിയുടെ മന്ത്രിസ്ഥാനം ഈ നാഗസൈരന്ത്രി നിറവേറ്റും. അങ്കനയുടെ ലാവണ്യവും പോരാളിയുടെ നെഞ്ചുറപ്പുമുള്ള നാഗിനി നമുക്ക് വിശ്വാസമാണ്, അതിലേറെ ഇഷ്ടവുമാണ്. പ്രിയനെ, സർവസങ്കടങ്ങളെയും ഒരു ചെപ്പിലടച്ച് ഈ മട്ടുപ്പാവിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ നാഗിനി. കുളിർ നിറഞ്ഞ ഓരോ രാത്രികളിലും ഉറക്കം വന്ന് ഉമ്മ വയ്ക്കുമ്പോൾ ചെമ്പട്ട് നിറമുള്ള മിഴികളുമായി യോദ്ധാവിനെ പോലെ ആൺരൂപം എന്റെ സ്വപ്നങ്ങളിൽ വന്ന് മഴവില്ല് നിറയ്ക്കാറുണ്ട്. നാഗിനിയുടെ സ്വപ്നങ്ങളിൽ മഴവില്ല് തെളിയിക്കുന്ന ആ ആൺരൂപത്തിന് അമൃതത്തിന് സമയമായിരിക്കുന്നു. പരസിദ്ധി നേടി ഈ മായാപുരിയിൽ മടങ്ങിയെത്തും വരെ ഓരോ ശ്വാസത്തിലും പരമാണുവിലും ശീകരം നിറയ്ക്കാൻ ഈ രാത്രി നമുക്കുള്ളതാണ്. അതെ, നാഗിനിയുടെ പ്രണയ വചസ്സുകൾ കേട്ട് നമ്മുടെ ഹൃദയത്തിലും അനുരാഗം കുടിയേറുന്നു. നാഗിനി, ഉള്ളിലൊരു ചിലങ്ക ചിരിക്കുന്നു, മനസ്സിലൊരു കുങ്കുമച്ചെപ്പ് പടരുന്നു. നിന്റെ പാദങ്ങളിൽ നൃത്തം പിറക്കണം, ദ്രുതതാളത്തിലൊരു മയൂര നൃത്തം.
പൂത്ത താഴ്വാരം നിശാസ്വപ്നം തളിർത്ത മാനസം നിശാഗന്ധി പൂത്ത താഴ്വാരം നിശാസ്വപ്നം തളിർത്ത മാനസം ചില്ലുജാലകം നീക്കിയെത്തുന്ന പ്രണയചന്ദ്രികേ നീ ചില്ലുജാലകം നീക്കിയെത്തുന്ന പ്രണയചന്ദ്രികേ നീ കാറ്റു വന്നൊരു കിന്നാരം ചൊല്ലി ഒരു കിന്നാരം ചൊല്ലി നിശാഗന്ധി പൂത്ത താഴ്വാരം പരിരംഭണത്തിന്റെ അതിസുഖം നിന്റെ പരിലാളനത്തിന്റെ മധുരസുഖം പരിരംഭണത്തിന്റെ അതിസുഖം നിന്റെ പരിലാളനത്തിന്റെ മധുരസുഖം അഴകിൽ മോഹത്തെ തൊട്ടുണർത്തി നിശാഗന്ധി പൂത്ത താഴ്വാരം മനമൊന്നായി തനുവൊന്നായി പടരുന്നു മഞ്ഞിളം നനവായി നിന്നോടലുണർത്തി ഞാൻ തൊട്ടുണർത്തി താഴ്വാരം നിശാസ്വപ്നം തളിർത്ത മാനസം ചില്ലുജാലകം നീക്കിയെത്തുന്ന പ്രണയചന്ദ്രികേ നീ ചില്ലുജാലകം നീക്കിയെത്തുന്ന പ്രണയചന്ദ്രികേ നീ കാറ്റു വന്നൊരു കിന്നാരം ചൊല്ലി ഒരു കിന്നാരം ചൊല്ലി നിശാഗന്ധി പൂത്ത താഴ്വാരം ഓം സത്യലോക പ്രജാപതേ നമഃ. ഓം നാൻമുഖായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം സത്യലോക പ്രജാപതേ നമഃ. ഓം നാൻമുഖായ നമഃ. ഭഗവാനെ, നിഷ്ഠയോടെ നീതിയോടെ അങ്ങയുടെ ഈ എളിയ ഭക്തൻ അവിടുത്തെ ദർശനത്തിനായി മിഴിയും മനവും സമർപ്പിച്ചിരിക്കുന്നു. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ചതുർമുഖായ നമഃ. ഓം വേദാത്മനേ നമഃ.
ഭഗവാനെ, ഈ സൂര്യ തേജസ്സും പ്രപഞ്ചവും സാക്ഷിയാക്കി ദുർഗമനിത പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ജലപാനം പോലും ഇല്ലാത്ത ഘോര തപസ്സിന്റെ ദിനരാത്രങ്ങളാണ്. ബ്രഹ്മമന്ത്രം മാത്രം ഉരുവിട്ട് വായുതലം മാത്രം ആഹരിച്ച് ഈ അസുരപ്രതിയുടെ കഠോര തപസ്സിന്റെ പകലിരവുകൾ. ആത്മനാഥ, ബ്രഹ്മദേവ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ. മഴമേഘങ്ങളെ, മേഘഗർജനങ്ങളെ, വായു പ്രവാഹമേ, മഹാമാരിയുടെ രൗദ്ര സ്പർശങ്ങളിലൊന്നും നമുക്ക് ഭയമില്ലാതായിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രം, സത്യലോക പ്രജാപതി ബ്രഹ്മദേവന്റെ ദർശനം. അതൊന്നു മാത്രമാണ് ലക്ഷ്യം. ബ്രഹ്മദേവ, ദുർഗമന്റെ കഠിന തപസ് അങ്ങ് കാണുന്നില്ലേ? ഭീതിപ്പെടുത്തുന്ന മായാരൂപങ്ങൾ പോലും ദുർഗമന്റെ മനസ്സിൽ തെല്ലും ഭീതി ഉണർത്തുന്നില്ല. നാം അറിയുന്നു കൈലാസനാഥ, സാധ്യമായതൊക്കെ വരമായി നൽകാനും നാം ഒരുക്കമാണ് ശങ്കര. പക്ഷേ ബ്രഹ്മദേവ, നരകുലവും ദേവലോകവും കാൽച്ചുവട്ടിലായാൽ തന്നെ ദുർഗമന്റെ ദുർഗുണങ്ങളുടെ തേർവാഴ്ച അസഹനീയമാകും. ആ സാഹചര്യത്തിൽ പുണ്യദായകമായ വേദങ്ങൾ കൂടി അറിയാം. അത്യാഗ്രഹിയുടെ വരലബ്ധി അപകടങ്ങളേറെ സൃഷ്ടിക്കും. എങ്കിലും ഉടൻ തന്നെ നാം ദുർഗമന് മുന്നിൽ പ്രത്യക്ഷനായേ മതിയാകും. വരലബ്ധിയിൽ അഹങ്കാരം ഉണർന്നാൽ, പ്രപഞ്ചം നടുങ്ങിയാൽ, ഒരു ദേവനാരിയാൽ തന്നെ ആ അസുരശക്തിയെ അവസാനിപ്പിക്കണം. അതെ, ആസന്നമാകുന്ന പ്രതിസന്ധിയുടെ പരകോടി ശൈലപുത്രിയായ ആദിപരാശക്തിയുടെ അംശാവതാരം നമുക്ക് തുണയാകും. അല്ലേ മഹേശ്വര? തീർച്ചയായും. ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം ചതുർമുഖായ നമഃ, ഓം വേദാത്മനേ നമഃ. ബ്രഹ്മദേവ, എരിയുന്ന ഈ അഗ്നിനാളങ്ങൾ സാക്ഷിയാക്കി ദുർഗമനിത സത്യം ചെയ്യുന്നു. നമ്മുടെ ഘോര തപസ്സിന്റെ പരമോന്നതിയിൽ പോലും അങ്ങ് പ്രത്യക്ഷനായില്ലെങ്കിൽ നാം ഇതാ ഈ അഗ്നിയിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. അരുത്, അരുത്. ദുർഗമ, നിന്റെ അചഞ്ചല ഭക്തിയിൽ നാം സംപ്രീതരായിരിക്കുന്നു. പറയൂ, എന്താണ് നാം നിനക്ക് നൽകേണ്ടത്? ഭഗവാനെ, ഭൂമിയും സ്വർഗവും കീഴടക്കാനുള്ള ശക്തി നമുക്ക് നൽകണം. ഒപ്പം പരമപവിത്രമായ വേദമന്ത്രങ്ങൾ നമുക്ക് മാത്രമായി നൽകണം ബ്രഹ്മദേവ. ദുർഗമ, വേദങ്ങൾ നിത്യസത്യങ്ങളാണ്. അത് വരമായി നൽകാനാവില്ല. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല ദേവ. ബ്രഹ്മദേവ, ആസ്വരികതയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വരം നൽകേണ്ടി വന്നാൽ പരിഹാരങ്ങൾക്ക് കൂടി അവസരമൊരുക്കി മാത്രം വരം നൽകും. ദുർഗമ, നീ ആഗ്രഹിച്ച വരങ്ങൾ നാം ഇതാ നൽകുന്നു. എന്നാൽ ഒരു നിബന്ധന, നിന്റെ വംശാവലിയിൽ നിനക്ക് വേണ്ടി മാത്രം മനസ്സൊരുക്കുന്ന സ്ത്രീയുടെ ശാപം നിനക്കുണ്ടാകാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ആയാൽ വരസിദ്ധി നഷ്ടമാകും. തഥാസ്തു. നാം നേടിയിരിക്കുന്നു, നാം നേടിയിരിക്കുന്നു. ഇനിയുള്ള പുലരികൾ, ഇനിയുള്ള സ്വർലോക വസന്തങ്ങൾ, ദിഗ്വിജയങ്ങൾ ഈ ദുർഗമന് സ്വന്തം. നരലോകവും സ്വർഗലോകവും ഈ അസുരാധിപന്റെ ദൃഢഹസ്തങ്ങളിൽ.
കായം കൊണ്ട് എഴുതിയ സകലതും ഇനി നാം നേടും. ഈ ദുർഗമന്റെ വംശാവലിയെ വേദനിപ്പിച്ചതും അന്ധത സമ്മാനിച്ചതുമായ കൊടിയ യാതനകൾക്ക് ഇനി പ്രതികാരത്തിന്റെ അസുരതാളമാണ്. ഈ അസുര പ്രജാപതിയുടെ നെഞ്ചിടിപ്പുകൾക്ക് ഇനി തമ്പേറിന്റെ മുഴക്കമാണ്. അതെ, ഇനി നാമാണ് നീതിയും നിയമവും. देवी संहारिणी शैलपुत्री चंडमुंडासुर निग्रही काली त्रैलोक्य जननी शाकंभरी ദേവി ശാകംഭരി. स्वरसागरा ഓംകാരനാദമുണർന്നു നടയിൽ സോപാന സംഗീതമൊഴുകി ഓംകാരനാദമുണർന്നു നടയിൽ സോപാന സംഗീതമൊഴുകി പാട്ടിന്റെ സ്വരസാഗര തിരയിളകി തിരകവേദിയിൽ ആനന്ദ ഭൈരവികൾ നൃത്തമാടി നൃത്തമാടി കളിയരങ്ങി തിരി തെളിഞ്ഞു സ്വരസാഗര തീർത്ഥമായി കളിയരങ്ങിൽ തിരി തെളിഞ്ഞു സ്വരസാഗര തീർത്ഥമായി മുരളിക പാടി പൊൻചിലങ്കകളാടി ഈ രംഗവേദിയുണർത്തുന്നു ഞങ്ങൾ ഈ രംഗവേദിയുണർത്തുന്നു
നിർത്തുന്നു. കലയുടെ കേളി നികുഞ്ചത്തിൽ ഗീതാവാദ്യ നൃത്തോത്സവമാടാ. കലയുടെ കേളി നികുഞ്ചത്തിൽ ഗീതാവാദ്യ നൃത്തോത്സവമാടാ. മണിവീണ പാടട്ടെ, സ്വരഗതിയൊഴുകട്ടെ, പുതുകന്യകൾ നൃത്തം ആടിടട്ടെ, കലയുടെ ശ്രീകോവിൽ തുറന്നിടട്ടെ. രാജഗുരുവിന്റെ നിർദ്ദേശാനുസരണം അഗ്നി മഹാമുനിയിൽ നിന്നും വേദസംഹിതകളും അർത്ഥശാസ്ത്രാദികളും സ്വായത്തമാക്കാൻ 7 സംവത്സരങ്ങൾക്കപ്പുറം പുറപ്പെട്ട വാസന്തപുരത്തിന്റെ യുവരാജാവ് ഇന്ദുചൂഡകുമാരൻ ധീരയോദ്ധാവായി മടങ്ങിയെത്തിയിരിക്കുന്നു. പ്രിയേ, വസന്തത്തിന്റെ വരവറിയിച്ച് വർണ്ണശലഭങ്ങൾ ഉദ്യാനത്തിൽ നൃത്തം തുടങ്ങിയിരിക്കുന്നു. പുലർമഞ്ഞ് പതിഞ്ഞ വാസന്തപുരത്തിന്റെ ആകാശത്ത് നാരായണ കിളികൾ നാമം ജപിച്ച് വിഹരിക്കുന്നു. എന്റെ പ്രിയതമയുടെ സംഗീതം കൂടിയായപ്പോൾ ആഹാ, ആനന്ദ നിമിഷങ്ങൾ. നമുക്കും സന്തോഷമാണ്. മംഗലം കഴിഞ്ഞ നാൾ മുതൽ കഴിഞ്ഞ 7 സംവത്സരങ്ങൾ നാം മനസ്സിൽ പേറി നടന്ന കഠിന ദുഃഖത്തിന് അറുതി വന്നിരിക്കുന്നു. അങ്ങയുടെ നിറഞ്ഞ സ്നേഹം അളവില്ലാതെ അനുഭവിക്കുമ്പോഴും ഈ സൗഭാഗ്യക്ക് ഒരു പൊന്നോമനെ അങ്ങേക്ക് സമ്മാനിക്കാൻ കഴിയാത്തതിലുള്ള എന്റെ ദുഃഖം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൗഭാഗ്യ, 7 സംവത്സരങ്ങൾ 7 ദിനങ്ങൾ പോലെ കടന്നുപോയില്ലേ? കടിഞ്ഞൂൽ ഗർഭത്തിന്റെ അളവില്ലാത്ത സന്തോഷം എന്റെ പ്രിയതമ നമുക്ക് സമ്മാനിച്ചുവല്ലോ. അന്തപുരങ്ങളിലും അകത്തളങ്ങളിലും ആളിമാരുടെ അടക്കം പറച്ചിലുകൾ ഇന്നോടെ അവസാനിക്കും. വാസന്തപുരത്തെ അനന്തരാവകാശി നമ്മുടെ ഉദരത്തിൽ പിറവയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മഹാരാജൻ, സൗഭാഗ്യ എന്ന നമ്മുടെ നാമത്തിന് ഇപ്പോഴാണ് അർത്ഥമുണ്ടായത്, അല്ലേ? പദം പറഞ്ഞ് പരിഭവം ഉണർത്തിക്കാതെ നമുക്ക് ഈ നിമിഷം മുതൽ സന്തോഷിക്കണം പ്രിയെ. പിറക്കാൻ പോകുന്ന കടിഞ്ഞൂൽക്കിടാവിന്റെ അമ്മ തമ്പുരാട്ടിക്ക് ഈ അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ചന്ദനത്തൊട്ടിലും താരാട്ടുമൊരുക്കി ഈ ഉണ്ണിക്കിടാവിന് വേണ്ടി ആദിപരാശക്തിയോട് മനം നിറഞ്ഞു പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ഇരട്ടി സന്തോഷമാണ്. പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ നമ്മുടെ ജീവന്റെ തുടിപ്പ് വരവറിയിച്ച നാൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനുജനും എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയേ, വാത്സല്യപൂർവമായൊരു നിർവൃതി നമ്മുടെ മാനസം നിറയ്ക്കുന്നു. പ്രിയനെ, ഈ അമ്മ മനസ്സിലും ആർദ്രമായൊരു താരാട്ട് പിറക്കുന്നു. കനവിലും ഞാനിടാം ഞാൻ വാസന്തപുരത്തെ മഹാരാജാവിനും മഹാറാണിക്കും വന്ദനം. ആയോധനത്തിലും അസ്ത്രശാസ്ത്ര പഠനങ്ങളിലും എന്റെ അനുജൻ ഇന്ദുചൂഡൻ പ്രാവീണ്യം നേടി മടങ്ങിയെത്തിയിരിക്കുന്നു.
സാധന കൊണ്ടും സാധകം കൊണ്ടും നെയ്യും മനവും സജ്ജമാക്കുന്നത് അജയ്യനാകാൻ മാത്രമല്ല, അധർമ്മം പണം വിടർത്തിയാൽ അരിഞ്ഞു വീഴ്ത്താനും സനാതനമായ വേദേതിഹാസങ്ങളുടെ പ്രാമാണികമായ സത്ത പരിരക്ഷിക്കാനുമാണ്. പ്രിയപ്പെട്ട എന്റെ അനുജനോട് ഒരു സന്തോഷം പങ്കിടട്ടെ. എന്താ ജ്യേഷ്ഠ? നീ ഒരു ഇളയച്ചനാകാൻ പോകുന്നു. വാസന്തപുരത്തിന് ഒരു അനന്തരാവകാശി ഉണ്ടായതിൽ ഒത്തിരി സന്തോഷം. അനുജ, മറ്റൊരു സന്തോഷം കൂടി. അതെന്താണ്? ജഗത്മാത ആദിപരാശക്തിയുടെ ശ്രീകോവിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ഒറ്റക്കൽ ശില്പത്തിലുള്ള അമ്മയുടെ മുഖശോഭ നാമും ഒരു നോട്ടം കണ്ടു. തേജസ്വിനിയായ ആ അമ്മമുഖം എത്ര സുന്ദരമാണ്. അനുജ, സർവശാസ്ത്രങ്ങളിലും അറിവും നിറവും സമ്പാദിച്ച നീ ആയിരിക്കണം പ്രതിഷ്ഠാകർമ്മങ്ങളുടെ യജമാന സ്ഥാനം അലങ്കരിക്കേണ്ടത്. പ്രഭു, പ്രഭു, ക്ഷേത്ര ശ്രീകോവിൽ നിലംപൊത്തിയിരിക്കുന്നു. അസംഭവ്യം, അസംഭവ്യം! എവിടെ? സർവ്വതിനും കാരണമായ ക്ഷേത്രശില്പി എവിടെ? എത്രയും വേഗം നമ്മുടെ മുന്നിൽ എത്തിക്കുക. മഹാരാജൻ പൊറുക്കണം. നിലംപൊത്തിയ ശ്രീകോവിലടിയിൽപ്പെട്ട് ക്ഷേത്രശില്പിയും പണിയാളരും ഞെരിഞ്ഞമർന്നു. ദേവി, ആദിപരാശക്തി! കള്ളം മാത്രം പുലമ്പുന്ന നീചജന്മമേ, കപ്പം പിരിക്കാനെത്തിയ നമ്മുടെ സേവകനെ നാട്ടുകൂട്ടത്തിന് നടുവിൽ അപമാനിച്ചില്ലേ നീ? ആണ്ടറുതിയിൽ വകയിരുത്തുന്ന ഒരു കിഴി പണം പോലും നൽകാൻ നീ കൂട്ടാക്കിയില്ല. ഇനി കൊട്ടാരത്തിലെ തടവറയിലാ നിന്റെ ശിഷ്ടജീവിതം. മാപ്പാക്കണം. ജ്വരം ബാധിച്ച എന്റെ കുഞ്ഞിന് ഈ നിൽക്കുന്ന മുത്തശ്ശിക്കും ഔഷധം വാങ്ങാനുള്ള വക പോലും കയ്യിലില്ല. ഭർത്താവ് മരണപ്പെട്ട ഈ സമയത്തെങ്കിലും അടിയങ്ങൾക്കൊരൽപ്പം കാലാവധി നൽകിയാലും. നിലംപൊത്തിയ ശ്രീകോവിലിനടിയിൽപ്പെട്ട് മരണം വരിച്ച പണിയാളനായിരുന്നു എന്റെ ചെറുമകൻ. പ്രതിഷ്ഠാദിനത്തിൽ കിട്ടുന്ന ദക്ഷിണയും വസ്ത്രവുമായിരുന്നു അടിയങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ആദിപരാശക്തി കരിഞ്ഞരുളിയതൊക്കെ കണ്ണുനീര് മാത്രമായല്ലോ തമ്പുരാനെ. വിഡ്ഢിത്തം വിളമ്പി വിലപിക്കാതെ പടുവൃത്തെ. കപ്പം പിരിക്കാനെത്തിയ എന്റെ നേരെ ഈ നിൽക്കുന്ന അഭിസാരിക കുരച്ചു ചാടിയതും കരം കടിച്ചു മുറിച്ചതും വാസന്തപുരത്തെ പ്രജയ്ക്ക് ചേരുന്ന പ്രവൃത്തിയാണോ ശുഭപുരത്തരജ? ആണ്ടിലൊരു തവണ കപ്പം പിരിക്കാനെത്തുന്ന നമ്മുടെ സേവകനോട് അധർമ്മം പ്രവർത്തിച്ച നിനക്ക് നാട്ടുകൂട്ടത്തിന്റെ നടുവിൽ വെച്ച് 100 ചാട്ടവാറടി വിധിക്കുന്നു. വാസന്തപുരത്തെ ഖജനാവ് നിറയ്ക്കൽ മാത്രമാണ് വംശാധികാരിയായ നമ്മുടെ രാജ്യധർമ്മം. ഇദ്ദേഹം പറയുന്നത് കളവാണ് പ്രഭു. ഒരു കിഴി പണമില്ലാതെ വിലപിച്ച എന്റെ നേർക്ക് പരാക്രമവുമായി വന്ന ഇദ്ദേഹത്തിന് അടിയന്റെ കഴുത്തിലെ മംഗല്യത്താലി മടിയില്ലാതെ ഊരി നൽകിയതാണ്. ഒരു കിഴി പണത്തേക്കാൾ 100,000 മടങ്ങ് വിലയുള്ള ആ താലി ഈ നിൽക്കുന്ന നരാധവൻ ദാ ആ കാണുന്ന കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. നാട്ടുകൂട്ടം എന്ന ഈ അധമവൃത്തി അവസാനിപ്പിക്കും പിതാവേ. ചോരപ്പൊടിയുന്ന ഈ നാരിമണികളുടെ വിലാപം കേട്ടിട്ട് പോലും മനസ്സറിവില്ലാത്ത നിങ്ങളിൽ എന്ത് മനുഷ്യത്വമാണ് അവശേഷിക്കുന്നത്? പിതാവും മകളും അവിടെ മാളികപ്പുരയിൽ. ഇവിടെ ചന്ദ്രചൂഡ മഹാരാജാവിന്റെ അനുവാദത്തോടെ അംശാധികാരിയായി സുഖപുരത്തരജൻ രാജനീതി നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇതോ രാജനീതി? അങ്ങയുടെ മകളാണ് ഈ സീമന്തിനി എന്നുള്ളത് ഇനി എനിക്ക് അപമാനമാണ്.
എന്താണ് ഇവിടെ? രാജനീതിയും പൗരധർമ്മവും മറന്ന് വാസന്തപുരത്തിന് കളങ്കം ചാർത്തിയ കള്ള പരീക്ഷകൾക്ക് മരണമാണ് വിധി. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, അടിച്ചമർത്തപ്പെടേണ്ടവളല്ല. ഈ നിമിഷം മുതൽ സുഗപുരത്തരജൻ വെറും പ്രജ, സാധാരണ പ്രജ മാത്രം. സകല അധികാരങ്ങളും രാജസമക്ഷം സമർപ്പിച്ച് മാപ്പിരക്കൂ. കടന്നു പോകൂ. ശ്രീമന്തിനി, ഈ വൃദ്ധമാതാവിനെയും മകളെയും സുഗപുരത്തരജന് മഹാരാജാവ് കൽപ്പിച്ചു നൽകിയ മാളികയിലാക്കണം. അതാകണം ഇനി ഇവരുടെ വാസസ്ഥലം. ഇലഞ്ഞു വരച്ചുകൊണ്ടിലൊഴിച്ച അധമന് അർഹമായ ശിക്ഷ നാം നൽകുന്നു. സ്ത്രീകളുടെ മാനം കാക്കാൻ കഴിയാത്ത സേവകന് മരണമാണ് അഭികാമ്യം. യുവരാജൻ, ശത്രുധംസനത്തിനായി മാത്രം ഉപയോഗിക്കുന്ന അങ്ങയുടെ ഉടവാളിൽ ശ്വാനരക്തം പടരാൻ പാടില്ല. വാസന്തപുരം കൊട്ടാരത്തിലെ കുതിരലായത്തിലാകണം ഈ നപുംസകം ഇനി ശിഷ്ടജീവിതം കഴിക്കേണ്ടത്. അവശകരമായി അര നിമിഷമനി ഉണ്ടാകരുത് ഇവിടെ. കടന്നു പോ കുതിരലായത്തിലേക്ക്. ഉപചാരം മറന്ന ഈ സീമന്തിനിയോട് അങ്ങ് ക്ഷമിക്കണം. 7 സംവത്സരങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന യുവരാജന് വന്ദനം. ഇനി ഉപചാരം എന്തിന് സീമന്തിനി? പിതാവിന്റെ ദുഷ്പ്രവർത്തികൾക്ക് ഈ മകൾ മാപ്പ് ചോദിക്കുന്നു. ഈ നിമിഷം മുതൽ വാസന്തപുരത്തെ കുലസ്ത്രീകൾക്കും പെൺകുരുന്നുകൾക്കും നല്ലത് മാത്രം സംഭവിക്കാനായി ഈ പെൺമനസ്സും ശരീരവും ഭരണാധികാരികൾക്കൊപ്പം ഉണ്ടാകും. നീതി നടപ്പാക്കാൻ ചാട്ടവാർ കയ്യിലേന്തിയ ശ്രീമന്തിരിയെ കണ്ടപ്പോ നമുക്ക് സന്തോഷമായി. വസന്തം വന്ന് വിളിച്ചിട്ടും ഈ വാസന്തപുരത്ത് പൂക്കൾ വിടരാൻ മടിക്കുന്നു. സുഖപുരത്തെ കിളിക്കൂട്ടങ്ങൾ മൗനം പാലിക്കുന്നു. ഗോശാലകളിൽ വളർത്തുമൃഗങ്ങൾ പോലും അസ്വസ്ഥരാണ് പ്രഭു. ശരിയാണ് തന്റെ നിരീക്ഷണം. ഈ ഉള്ളവരുടെ പുലർകാല സ്വപ്നത്തിലും മായക്കാഴ്ചകൾ മാത്രമായിരുന്നു. നിറയെ പോക്കുന്ന ഈ ഇലഞ്ഞിപ്പോലും. തിഥിപ്രകാരം കർത്തവാവ് സമാഗതമായിട്ടില്ല. വസന്തം പോലും വരാൻ പഠിക്കുന്ന ഈ ഋതുവിൽ സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കും? അനുജ, സൂര്യൻ മറഞ്ഞ ഈ പകൽ ഇതൊരു സൂചനയാണ്. അശുഭമായ പലതും കൺമുന്നിൽ നടമാടുന്നു. അപകടം വളക്കുന്ന ഈ തെളിച്ചമില്ലാത്ത പകൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പണിതുയർത്തിയ ശ്രീകോവിൽ നിലം പതിച്ചത്, ഇലഞ്ഞുമരം പിളർന്നു വീണത്,
പ്രജകൾക്കിടയിൽ മനുഷ്യത്വം മരവിച്ച കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്, രാക്ഷസീയമായൊരു പൈശാചികത വാസന്തപുരത്ത് ചുഴലിയായി വിഹരിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്ഷേമം കളിയാടിയിരുന്ന നമ്മുടെ രാജ്യത്ത് ക്ഷാമവും കാമവും എത്തിക്കുന്ന ശത്രുവിനെ കണ്ടുപിടിച്ചേ മതിയാകും. മഹാരാജൻ, ആളനക്കമില്ലാത്ത അന്തപുരത്തിൽ അർത്ഥമയക്കത്തിലായിരുന്ന എനിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. പരിഭ്രമിക്കാതെ വിശദമാക്കിയാലും റാണി. മട്ടുപ്പാവിലൂടെ കടന്നു വന്ന് തൽപ്പത്തിലേക്ക് ചാടിക്കയറിയ ഒരു ഭീകര രൂപം എന്റെ ഉദരത്തിൽ വളരുന്ന ഉണ്ണിയെ വെള്ളിത്തിളക്കമുള്ള ഒരു ശൂലം കൊണ്ട് മതി മതി, ശേഷം മൊഴിയേണ്ടതില്ല സൗഭാഗ്യ. പേക്കിനാവിന്റെ അവശേഷിപ്പുകളൊന്നും ആ മനസ്സിൽ സൂക്ഷിക്കണ്ട. പരാശക്തി മന്ത്രം ജപിച്ച് മനസ്സ് ശാന്തമാക്കൂ. സൂര്യഗ്രഹണ സമയം മന്ത്രങ്ങളും ജപങ്ങളും പാടില്ല ജ്യേഷ്ഠ. ഭോജ്യങ്ങൾ പോലും നിഷിദ്ധമായ ഈ നാഴികയിൽ ഭയമേതുമില്ലാതെ വിശ്രമിച്ചാൽ ജ്യേഷ്ഠതയ്ക്ക് ഇപ്പോൾ അങ്ങയുടെ സാമീപ്യം അനിവാര്യമാണ്. ഉല്ലാസമാളികയിൽ അങ്കനമാരുടെ നൃത്തമൊരുക്കൂ, ആസ്വദിക്കൂ. ചെല്ലു ജ്യേഷ്ഠ, ഞാനും വരുന്നുണ്ട് നൃത്തം ആസ്വദിക്കാൻ. സന്തോഷം ഉല്ലാസം തൽമേളം കളിയാട പെണ്ണാലെ വാ. നാളെങ്ങും സന്തോഷം ഉല്ലാസം തൽമേളം കളിയാട പെണ്ണാലെ വാ.
വന്നതിൽ പൊറുക്കണം. ഏറെ കാത്തു നിന്നിട്ടും ആരെയും കണ്ടില്ല. ഇരുൾമൂടിയ ഈ ഗ്രഹണ സമയത്ത് ദൂരങ്ങൾ താണ്ടി സീമന്തിനി ഇവിടെ എത്തിയത് അറിഞ്ഞതും അനുഭവിച്ചതും ആശങ്കപ്പെടുന്നതും പറയാൻ. അതിനുവേണ്ടി മാത്രമാണ് രാഗിണിയെ തുണയായി കൂട്ടി ദൂരം താണ്ടി കൊട്ടാരത്തിലെത്തിയത്. സീമന്തിനി, മുഖവരയില്ലാതെ പറയും. വിവേകമുള്ള നിന്റെ മൊഴികൾക്ക് വിശ്വസ്തത ഏറെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. വാസന്തപുരത്തും ശുഗപുരത്തും തസ്കര ശല്യം ഏറുന്നു. അപരിചിതരായ ആണുടലുകൾ അക്രമകാരികളാകുന്നു. ലഹരിക്ക് അടിമപ്പെട്ട പുരുഷന്മാരാൽ സ്ത്രീകൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു. ജ്വരം ബാധിച്ച രാഗിണിയുടെ പിഞ്ചു കുഞ്ഞും മരണത്തിനിരയായിരിക്കുന്നു. ആവലാദികളല്ല, സമക്ഷത്തിൽ നിന്നും പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. സീമന്തിനി, അപരിചിതരായ ആണുടലുകൾ ആരെന്ന് വ്യക്തമാക്കും. ഗ്രഹണം കഴിഞ്ഞിരിക്കുന്നു. വരൂ, എത്രയും വേഗം സുഖപുരത്തെത്താം. ഉഗ്രപ്രതാപിയായ ഈ ദുർഗമന്റെ അനുസരണയുള്ള മൃഗങ്ങളായിരിക്കണം ഈ രാജാവും ഈ റാണിയും. മായാപുരിയുടെ അധിപനായ ഈ അസുര പ്രജാപതിയുടെ അടിമകളാണ് ഇനി നിങ്ങൾ. ആസുരതാണ്ഡവമാണ് ഇനിയുള്ള നാൾ വഴികൾ. സമസ്തവും കാൽച്ചുമട്ടിലാക്കി ഈ ദുർഗമ പ്രജാപതിയുടെ പടയോട്ടം. പ്രകൃതിയിൽ അനക്കങ്ങൾ പോലും അരിഞ്ഞു വീഴ്ത്തി കാൽച്ചുമട്ടിലാക്കി ഈ ദുർഗമൻ അടർക്കളത്തിൽ അധികനാകും. മായാപുരിയുടെ കൽത്തുറുങ്കിലെ പുതിയ തടവുകാർ വാസന്തപുരത്തിലെ ഈ മഹാറാണിയാകണം. പതിവായി പട്ടുമത്തയിൽ ശയിക്കുന്ന സൗഭാഗ്യത മായാപുരിയുടെ കൽത്തുറുങ്ങിൽ ദുർഗമന്റെ അടിവിനായി മനം നൊന്ത് കിടക്കുന്ന കാഴ്ച അവിസ്മരണീയം തന്നെ. കടിഞ്ഞൂൽ ഗർഭം ചുമക്കുന്ന ഈ ഉള്ളവളുടെ മനോവേദന മനസ്സിലാക്കി വാസന്തപുരത്തേക്ക് തിരിച്ചയക്കാൻ തിരുവുള്ളം തോന്നണം. പട്ടിന്റെ മാർദ്ദവമുള്ള സൗഭാഗ്യയുടെ യാചനാ മൊഴികൾക്ക് പോലും കുയിൽനാഥമാണ്. കടിഞ്ഞൂൽ ഗർഭമെന്നാൽ വാസന്തപുരത്തെ അനന്തരാവകാശി അല്ലേ റാണി? ആ അനന്തരാവകാശിയുടെ ജീവന്റെ തുടിപ്പിനെ ഈ ദുർഗമൻ ഇങ്ങ് നുള്ളിയെടുക്കും.
പൂവിത നടത്തുന്ന ലാഘവത്തോടെ. അരുത്, അരുത്. ചോരി ചുവക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ അവലയെ അപമാനിക്കരുത്. മാതൃത്വം എന്ന മഹനീയ വികാരം അനുഭവിച്ചു വളർന്ന മകനല്ലേ അങ്ങ്? മാതൃത്വം പോലെ തന്നെ ദുർഗമന് വിലപ്പെട്ടതാണ് പിതൃത്വവും. അംഗബലമേറിയ സൈന്യത്തോട് ഒറ്റയ്ക്ക് പൊരുതിയ നമ്മുടെ പിതാവിന് നിത്യാന്തത സമ്മാനിച്ച നെറുകേടിന് പ്രതികാരം ചെയ്തു കഴിഞ്ഞു ഈ അസുരകുലജാതൻ. ചന്ദ്രചൂടനെന്ന നിന്റെ ഭർത്താവിന്റെ 2 കണ്ണുകളും നാം ചൂടിലെടുത്തിരിക്കുന്നു. ജന്മമേ, യുദ്ധനീതി പോലുമില്ലാത്ത മായാവേഷത്തിൽ വന്ന് എന്റെ പൊന്നു തമ്പുരാന്റെ കണ്ണുകൾ ചൂടിനെടുത്ത കൊടും ക്രൂരത ആദിപരാശക്തി കാണുന്നുണ്ട്. ശൂലപാണിനിയായ അമ്മയുടെ കരുത്താലാവും നിന്റെ മരണം. വിധാതാവായ ബ്രഹ്മദേവന്റെ വരം ലഭിച്ച ദുർഗമന് അംശാവതാരത്തിന്റെ രൂപത്തോട് ഭയമല്ല സൗഭാഗ്യ, സഹതാപമാണ്. അനുസരണ വ്യക്തമാക്കേണ്ട ആദ്യ അവസരമാണ് സൗഭാഗ്യ. സൂതികർമ്മിണി നിന്റെ അടുത്ത് ഉടനെത്തിച്ചേരും. രക്തപങ്കിലമായ നിമിഷങ്ങൾക്കൊടുവിൽ നീ ഗർഭിണി അല്ലാതാകും. നോട്ടുണ്ടായ ജീവന്റെ തുടിപ്പിനെ തള്ളിക്കടത്തരുത് അമ്മേ, മഹാമായേ. അരുതാത്ത കാഴ്ചകൾക്കും ചെയ്തികൾക്കും അവസരമൊരുക്കിയാണോ മഹാരാജൻ വിജയങ്ങൾ ആഘോഷിക്കേണ്ടത്? നീരസച്ചുവയുള്ള സൈരേന്ദ്രയുടെ വാക്കുകൾക്ക് ഈ ദുർഗമൻ എന്ത് മറുപടി നൽകണം? പറയൂ നാഗിനി. ഈ കാഴ്ച, ഗർഭചിത്രമെന്ന ഈ കാഴ്ച സമ്മാനിക്കുന്നത് അപമാനമാണ് രാജൻ. ഖനിയിൽ ഒളിച്ച തങ്കത്തെ നാം കഴുകിയെടുക്കുകയാണ് നാഗിനി. പത്തരമാറ്റുള്ള പതക്കമായി ഈ മാറിലണിയാൻ. അവൾ പോലും അറിയാതെ പിഴുതെടുത്തൊരു തൂവൽ തരി ഈ ഭാണ്ഡത്തിലുണ്ട്. ബോധമുണരുന്ന നാഴികയിൽ മുളയരി വേവിച്ച് പാലിൽ കുതിർത്തു കൊടുത്തു തുടങ്ങണം. 56 ദിനങ്ങളുടെ ഇരവു പകലുകൾക്കൊടുവിൽ കന്യകയുടെ രക്തശോഭയുമായി ഈ തടവറയിൽ അവൾ സൗഗന്ധികം പോലെ വിരിഞ്ഞു നിൽക്കും. മായാപുരിയുടെ മന്ത്രിപദം അലങ്കരിക്കുന്ന പെൺകരുത്തിന് മ്ലാനപതനം പാടില്ലതാകി. യുദ്ധതന്ത്രങ്ങളുടെ പടനിലത്ത് നാരി അപകരണങ്ങൾ തുടർക്കഥയാവുമ്പോൾ മായാപുരിയുടെ തടവറകളിൽ സൂതികർമ്മിണികൾക്ക് ഏറെ വിയപ്പൊഴുക്കേണ്ടി വരുമോ മഹാരാജൻ? പടവാളേന്തിയ നാഗിനിയുടെ ഉടലാടങ്ങളുടെ കിതപ്പ് ഈ ദുർഗമനറിയാം. കാമിനിയിൽ നിന്ന് യോദ്ധാവിലേക്കുള്ള ദൂരം ഇനിയും ഏറെയാണ് നാഗിനി. കാലാളിന്റെ ആത്മബലം പോലും ഇല്ലാതെ ചാബല്യം പുലമ്പുന്ന നാഗസൈരേന്ദ്രയുടെ മൊഴികളിൽ വൈരം തിളങ്ങണം. മനസ്സിലായോ? ആഗ്രഹിച്ച വിജയത്തിന്റെ അരികിലെത്തിയിട്ടും നാഗിനിയുടെ ഉന്മാദത്തിന്റെ പൂങ്കുലകളിലെ തേൻ മാത്രം നുകർന്ന് സ്വപ്നജലങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന കാൽപാദങ്ങളെ വെട്ടിയരിയും ഈ നാഗസൈരേന്ദ്രി.
കാഴ്ച മറന്നിട്ടും പ്രാണന്റെ പാതിയായി എന്റെ പ്രിയതമ പിരിഞ്ഞിട്ടും ദിനരാത്രങ്ങൾ ഏറെയാകുന്നു. ശബ്ദവീചികൾ കൊണ്ടും ഗന്ധം കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും പരാജിതനാകാതെ ഈ ചന്ദ്രചൂടൻ കർമ്മകാണ്ഡത്തിൽ തുടരുക തന്നെ ചെയ്യും. എത്ര അന്ധകാരത്തിലും ഈ വികൃത രൂപം മനോമുകുരത്തിൽ തെളിയുമ്പോഴൊക്കെ പ്രതികാരമാണ് മനസ്സിൽ, ഒടുങ്ങാത്ത പ്രതികാരം. ജ്യേഷ്ഠ, അമിതാവേശം വേണ്ട. ശാന്തമായ ചൂടുകളിലൂടെ അശാന്തിയുടെ അഗ്നിവലയങ്ങളെ നമ്മൾ അതിജീവിക്കും. തീർച്ച ജ്യേഷ്ഠന്റെ കണ്ണും കാതുമായി ഈ അനുജനുണ്ടാകും. അന്ധതയെ തോൽപ്പിച്ചുള്ള ഈ പരിശീലനത്തിന്റെ നാൾ വഴികളിലൊക്കെയും ചുവട് പിടിക്കുമ്പോൾ മാർഗദർശിയായി സുഗപുരത്തനുജന്റെ മകൾ സീമന്തിനിയും അങ്ങയ്ക്ക് തുണയാകും. ബലിഷ്ഠമായ നമ്മുടെ ഹസ്തങ്ങളിൽ ആയുധമേന്തി ചുവട് വയ്ക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ഉൾക്കാഴ്ചയൊരുക്കാൻ അനുജനോടൊപ്പം നമുക്ക് തുണയായി വിവേകമതിയായ ഒരു പെൺകിടാവ് സീമന്തിനി. പ്രഭു, മായാപുരിയിലേക്ക് പടനയിച്ച നമ്മുടെ സൈന്യാധിപരടക്കം ആയിരങ്ങൾ ബലിദാനികളായിരിക്കുന്നു. സ്തംഭനമന്ത്രം കൊണ്ട് ശക്തിയാർജിച്ച ദുർഗമന്റെ മായാസേനകൾ ഉഗ്രവിഷമുള്ള കരിനാഗങ്ങൾക്ക് തുല്യമാണ്. മതി, പരാജയത്തിന്റെ കഥ നുണയാൻ കാതുകൾക്കാവുന്നില്ല. ഏതു മാർഗത്തിലൂടെയാണെങ്കിലും അന്തിമ വിജയം നമുക്കായിരിക്കണം. കടിഞ്ഞൂൽ കനിയെ ഉദരത്തിലേറുന്ന എന്റെ സൗഭാഗ്യം നമുക്ക് തിരികെ കിട്ടിയിരിക്കണം. അതിശയകരമായ ആയുധ പ്രയോഗത്തിലേക്ക് അങ്ങയുടെ മനസ്സ് പോലെ ശരീരവും തയ്യാറായി കഴിഞ്ഞു. സീമന്തിനി, ഉടയാടയുടെ മർമ്മരം നമ്മുടെ കാതുകളിൽ നിന്റെ സാമീപ്യം അറിയിച്ചു കഴിഞ്ഞു. സാധ്യമായതൊക്കെ ശരവേഗത്തിലാകണം യുവരാജൻ. ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയ ഗ്രാമവാസികൾ ഫലമൂലാദികൾക്കായി പരസ്പരം കലഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദിമാതാവായ പരാശക്തിയുടെ അനുഗ്രഹം അതിവേഗം സാധ്യമാകണം. ജ്യേഷ്ഠ, ചാവേറുകളായ നമ്മുടെ ചാരന്മാർ മായാപുരിയിലെത്തി എന്ന ദൂത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദേവലോകം കീഴടക്കാൻ ദുർഗമൻ പടയ്ക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ മഹാറാണിയെ കൽത്തുറങ്കിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാനാകും. ഈശ്വര വിചാരം പോലും നശിപ്പിക്കാൻ വരം നേടിയ ആ നീചന്റെ പടയോട്ടം പൂർണ്ണമാകും മുമ്പ് നമുക്ക് കൈലാസഗിരിയിൽ അഭയം തേടണം. ഇരുളിലേക്ക് വന്ന വെളിച്ച കീറുപോലെ ഈ പെൺകിടാവ് പറഞ്ഞത് അത്രയും നമുക്ക് ഉടനെ സാധ്യമാക്കണം. രാജഗുരുവിനെയും വാസന്തപുരത്തെ മഹാമുനിവര്യന്മാരെയും ചേർത്ത് ശിവസന്നിധിയിൽ അഭയം തേടണം. രാശിപ്രമാണങ്ങളും മുഹൂർത്തവും നോക്കാതെ നാം യാത്ര തിരിക്കുന്നു. കർമ്മബന്ധനങ്ങളുടെ കടുങ്കട്ടഴിക്കാൻ കൈലാസഗിരിയിലേക്ക്. ിയും പാദം അറിവിന്നിലാവണിഞ്ഞ പഞ്ചാക്ഷരി മന്ത്രങ്ങളും ആദിരാഗസ്വരമന്ദാരം ജപലയ മധുരാലാപം ത്രിപുരാന്തക തിരുനളനം ത്രിഭുവന സുന്ദര തരണം ദേവത്രിപുരയിൽ ഓംകാരം തങ്ങളാകത്തായടിയും പാദം അറിവിന്നിലാവണിഞ്ഞ മേഘം പഞ്ചാക്ഷരി മന്ത്രങ്ങളും
അമൃതേന്ദ്ര ചൂടും ജടയിൽ ശിവഗംഗ തീർത്ഥം പൊഴിയും നിഴലും തിരുനെഞ്ചിൽ നിറയും തുടുക്കിൻ തുടി താളം തേടാം ആദിയും അന്നവും നീയേ ശങ്കരാഘമെന്ന ഭാവമകത്തിടനെ അടരിൽ വീണു കേഴുന്നവരുടെ കഥന കടലുകൾ കൈക്കൊള്ളനെ ദൈവത്രിപുരയിൽ ഓങ്കാരം തങ്കനാഥത്തായടിയും തൃപ്പാദം അറിവിന്നിലാവണിഞ്ഞ മേഘം പഞ്ചാക്ഷരി മന്ത്രങ്ങളും കടാകം നമിക്കും അഷ്ടമൂർത്തേ നിന്നെ വണങ്ങാം പ്രണവം പ്രകാശമായി തെളിയും കൽപ്പാന്ത ദുരിതം പൊലിയും ഇഹവും സുഖവും നീയേ ശങ്കര പതയുമ കമലം തൊഴുതിടുന്നേ പ്രപഞ്ച ദുഃഖാഗ്നികൾ മാറ്റിയെന്നു മൃത്യു തീണ്ടാതെ കാക്കണമേ ദേവത്രിപുരയിൽ ഓങ്കാരം തങ്കനാഥത്തണയടിയും തൃപ്പാദം അറിവിന്നിലാവണിഞ്ഞ മേഘം പഞ്ചാക്ഷരി മന്ത്രങ്ങളും സംഹാരരുദ്രനായ ശങ്കര ഭഗവാനെ, ജഗത്രയങ്ങളുടെ അധിപനായ അങ്ങയുടെ മിഴികൾ തുറന്ന് മാനവരാശിയുടെ സങ്കടങ്ങൾക്ക് പരിഹാരമരുളണേ പരമേശ്വര. ബ്രഹ്മദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട ദുർഗമൻ ദേവലോകത്തേക്കും ആക്രമണം ആരംഭിച്ചിട്ട് ഏറെ ദിനങ്ങളായിരിക്കുന്നു. വേദങ്ങൾ സ്വന്തമാക്കിയ അസുരന്റെ ഹീനകൃത്യങ്ങളാൽ പവിത്രമായ ദേവലോകത്തിന്റെ അസ്ഥിവാരം തന്നെ അപകടത്തിലാണ് പ്രഭോ. ജപവും മന്ത്രങ്ങളും മറന്ന മാനവൻ തെരുവുകളിൽ കാരണമറിയാത്ത കലഹങ്ങളിലാണ് ഭഗവാനെ. വാസന്തപുരത്തെ മഹാരാജന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ദുർഗമൻ മഹാറാണിയെയും തടങ്കലിലാക്കി കൊടിയ പീഡനങ്ങളാൽ പടയോട്ടം തുടരുകയാണ് മഹാദേവ. സൃഷ്ടിയുടെ കാരണഭൂതനായ ബ്രഹ്മദേവന് പിഴവുകൾ സംഭവിക്കില്ല. ശതകോടി വിലാപങ്ങൾക്കും ക്ഷാമത്തിനും ഹേതുവായ ദുർഗമന് അനിവാര്യമായ വിധിയിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല. അല്ലയോ ദേവി, ശോകം കൊണ്ടും ക്ഷാമം കൊണ്ടും തളിരണിയാത്ത ഭൂതലത്തിന്റെ മണ്ണടരുകളിൽ ദേവിയാകണം പരിരക്ഷയുടെ കവചമൊരുക്കേണ്ടത്. ദേവ, ഉള്ളം നിറഞ്ഞ ഭക്തിയോടെ കൈലാസഗിരിയിൽ അഭയം പ്രാപിച്ച ദേവകൾക്കും മാനവർക്കും അങ്ങയുടെ ഹിതമനുസരിച്ചുള്ള സുരക്ഷയൊരുക്കാൻ നാം ഇതാ തയ്യാറായി കഴിഞ്ഞു. देवी संहारिणी शैलपुत्री चंडमुंडासुर विग्रही काली त्रैलोक्य जननी शाकंभरी മഹാമായേ, അമ്മേ ദേവി, ശോകം ശമിപ്പിക്കണേ ശാകംഭരി ദേവി. അണഞ്ഞുപോയ ദീപങ്ങൾ എങ്ങും പ്രകാശിക്കട്ടെ. ദേവമാനവരുടെ ശോകങ്ങൾ ശമിക്കട്ടെ. ഫലമൂലാദികളാൽ ക്ഷാമഭൂമി സമൃദ്ധിയുടെ പൂങ്കാവനമാകട്ടെ. വർണ്ണവസന്തവും വർഷവും നിങ്ങൾക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. മംഗളം ഭവന്തു. चंडिके देवी संहारिणी शैलपुत्री चंडमुंडासुर विग्रही काली त्रैलोक्य जननी शाकंभरी
കുശലം പങ്കിടുന്ന മെയ്യഴകുള്ള ഈ പേടമാൻ വെടിയാൾക്ക് സന്തോഷമേറെയാണല്ലോ ഇന്ന്. ശാകംബരി ദേവി അനുഗ്രഹിച്ചിരിക്കുന്നു. വാസന്തപുരത്ത് വസന്തം തിരികെ എത്തി. പൊള്ളിയടർന്ന വേനൽ അവസാനിച്ചു. വാസന്തപുരത്തെ കന്നിമണ്ണിലേക്ക് ഇന്നൊരു മഴ ഇറങ്ങി വരും. നിന്നെ പോലെ സുന്ദരിയായൊരു പുതുമഴ. പുഞ്ചിരി നിറഞ്ഞ അങ്ങയുടെ മുഖം കാണുമ്പോ ഈ സീമന്തിനിക്കും സന്തോഷമാണ്. ആകാശശ്രീമയിലേക്ക് നോക്കൂ സീമന്തിനി. ദേ അഴകു നിറഞ്ഞൊരു മഴവില്ല, നിന്നെ പോലെ സുന്ദരിയായൊരു മാലിവില്ല. ആയോധനവും ശാസ്ത്രവും മാത്രമല്ല, സുകുമാര കലകളിലും യുവരാജൻ നിപുണൻ തന്നെ. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ മഴവില്ല് ഇന്ദുചൂടന്റെ മാത്രമാവണം. പുതുമഴയ്ക്കായി തപന്നോറ്റ എന്റെ മനസ്സിൽ തെളിനീർമാരിയായി ഈ സീമന്തിനി എന്നുമുണ്ടാവണം. ആശ്ചര്യത്തിന്റെ പരകോടിയിൽ മറുമൊഴി അറിയാതെ നിൽക്കുന്ന സീമന്തിനിക്ക് തൊഴുകൈകൾ മാത്രമാണ് യുവരാജൻ. സർവശോകങ്ങളിലും സമൃദ്ധിയുടെ തിരിതെളിച്ച എന്റെ ശാകംബരി ദേവിയാണ് ഈ സുന്ദര നിമിഷങ്ങൾക്ക് കാരണം. വർഷം കൊണ്ട് കുടലുന്ന വാസന്തപുരത്ത് ഒരു മയൂരം പോലെ സീമന്തിനി ഒരു മഴ നൃത്തം കാണാൻ മനസ്സ് കൊതിക്കുന്നു. സ്നേഹസാഗരത്തെ നിലാവിൻ കീഴെ അഴകായി നിന്നില്ലടയാം കുളിർമഴയില്ല കുളിർമഴ നിലാമഴ. മഴവിൽ തോരണങ്ങൾ നിറയും വർണ്ണജാലം ഹൃദയരാഗം പാടിയെത്തും പ്രണയമേ. മഴവിൽ തോരണങ്ങൾ നിറയും വർണ്ണജാലം ഹൃദയരാഗം പാടിയെത്തും പ്രണയമേ. പുഞ്ചിരിക്കും നിലാവിൽ പൂത്ത പ്രണയം. പുഞ്ചിരിക്കും നിലാവിൽ പൂത്ത പ്രണയം. മാതിങ്കളേ അഴകേ കുളിർമഴ നിലാമഴ. സ്നേഹം പെയ്തിറങ്ങും കുളിരാം വർണ്ണവേഗം പാടിയെത്തും ചാരുതേ
ശലഭമേ സ്നേഹം പെയ്തിറങ്ങും കുളിരാം വർണ്ണമേഘം പാറിയെത്തും ചാരുതേ ശലഭമേ. ചന്ദ്രബിംബം പൂത്തുലഞ്ഞു പ്രണയകല്ലോലമിളകി. ചന്ദ്രബിംബം പൂത്തുലഞ്ഞു പ്രണയകല്ലോലമിളകി. പ്രതിമോഹിനി പ്രിയതേ കാമിനി പ്രിയരാധിനി എന്നോ നൽകിനാവേ. സ്നേഹസാഗരത്തീരെ നിലാവിൻ കീഴെ അഴകായി പടരാം. നിന്നില്ലണയാം കുളിർമഴയില്ലതിയാ കുളിർമഴ നിലാമഴ. സന്തോഷത്തിന്റെ നിറം കെടുത്താനല്ല നാം ഇവിടെ വന്നത്. ആശ്രയമില്ലാതെ പിഴയ്ക്കാത്ത ചുവടുകൾ വെച്ച് ഇവിടെ എത്താൻ അന്ധനായ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആശങ്കകൾ അകന്ന പ്രജകളോടൊപ്പം ഒരല്പം സന്തോഷം പങ്കിടുന്നതിനിടയിൽ ഈ അനുജൻ അമ്മയെ ഇന്ന് ചൂടാൻ പ്രജാക്ഷേമമായിരിക്കണം രാജധർമ്മം. ക്ഷമാപണമല്ല വേണ്ടത്. സന്തോഷം അസ്തമിച്ച ശാപജന്മം പോലെ എന്റെ സൗഭാഗ്യം. എന്റെ കടിഞ്ഞൂൽ കിടാവിനെ ഉദരത്തിൽ പേരുന്ന പ്രിയതമം ആ അസുരന്റെ കാൽത്തുറങ്ങിൽ. ജ്യേഷ്ഠൻ, ആഴമേറിയ സങ്കടത്തിന്റെ അടിത്തട്ടിലാണ് ഈ അനുജനും. അവസാന അംഗത്തിന്റെ ശംഖൊലി മുഴങ്ങിക്കഴിഞ്ഞു. ഇന്ദുചൂടൻ തനിച്ചല്ല ഇനി മായാപുരിയിലേക്ക് പടം നയിക്കുന്നത്. ഉൾക്കണ്ണിലെ വൈരത്തിളക്കവുമായി ചന്ദ്രചൂഡ മഹാരാജാവാണ് പോർമുഖത്തെ ആദ്യ യോദ്ധാവ്. പഴുതുകളില്ലാത്ത മായാവിനിയുടെ കൽത്തുറങ്ങിൽ നിന്നും അബലയായ സൗഭാഗ്യ രക്ഷപ്പെട്ടിരിക്കുന്നു. നാണമില്ലേ സൈന്യാധിപ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന? മഹാരാജൻ ഓർക്കണം, അസുരകുലത്തെ യോദ്ധാക്കളായ ആൺപ്രജകൾ ശേഷിക്കെ മന്ത്രിസ്ഥാനത്തേക്ക് നാഗസൈരന്ദ്രി എത്തിയതും മേൽനോട്ട പിഴവിന് കാരണമാണ്. രാജകൽപ്പനയെ പരിഹസിക്കുന്നു സൈന്യാധിപ. മന്ത്രിസ്ഥാനം കൈയാടുന്ന നാഗിനിയുടെ പിഴവുകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആളൊഴിഞ്ഞ മായാപുരിയുടെ തടവറയിൽ നമ്മുടെ സൈന്യാധിപനായിരിക്കും അടുത്ത ഇര. പറയൂ, എന്താണ് നാഗസൈരന്ദ്രിക്ക്? ഉപചാരങ്ങളില്ലാതെ കടന്നു വന്നതിൽ മഹാരാജൻ പൊറുക്കണം. ആസന്നമായ മഹായുദ്ധത്തിന് ആരംഭം കുറിക്കും മുൻപ് ഈ സൈന്യാധിപന്റെ സാന്നിധ്യത്തിലല്ലാതെ മായാപുരിയുടെ മന്ത്രിക്ക് ചിലത് പറയാനുണ്ട്. അത് കേൾക്കാൻ മനസ്സുണ്ടാകണം. ആമുഖമില്ലാതെ നാഗരിക്ക് സംസാരിക്കുക. സൗഭാഗ്യ എന്ന തടവുകാരി രക്ഷപ്പെട്ടു പോയതല്ല, പിന്നെ ദാസിപുരയിലേക്ക് ഈ നാഗിനി അവളെ മാറ്റി പാർപ്പിച്ചതാണ്. എന്താണ് പറഞ്ഞത്? കൽത്തുറങ്കിലെ നീച ജന്മത്തിന് മായാപുരിയുടെ ദാസിപുരയിൽ അഭയമോ? അഗ്നി മന്ത്രി എന്ന അഹന്തയിൽ ദുർഗമന്റെ ആജ്ഞ ധിക്കരിച്ചാൽ കഴുത്തിനു മുകളിൽ തലയുണ്ടാകില്ല. ഉടവാളെടുക്കും മുമ്പ് ഇതുകൂടി കേൾക്കൂ. സൗഭാഗ്യയെ ആവർത്തിച്ച് പ്രാപിച്ച അങ്ങയുടെ ക്രൂരതയുടെ ഫലം നിലയ്ക്കാത്ത രക്തസ്രാവമായിരുന്നു. ജലപാനമില്ലാതെ മതിഭ്രമത്തോടെ തടവറയിൽ കരഞ്ഞു തളർന്ന സൗഭാഗ്യയെ ജീവനോടെ നിലനിർത്തുക എന്നതായിരുന്നില്ലേ മന്ത്രിധർമ്മം? ദുർഗമന്റെ ചെയ്തികളുടെ ഗുണദോഷങ്ങൾ നിശ്ചയിക്കാൻ നാഗസൈരന്ദ്രി ശ്രമിക്കേണ്ടതില്ല.
യമദേവൻ പോലും നമ്മെ അനുസരിക്കുന്ന ഈ അധൈര്യതയിൽ നാഗിനെ നമ്മുടെ പക്ഷത്തു നിന്ന് വേണം ശത്രുനാശത്തിനായി വാളെടുക്കാൻ. അസുരധർമ്മം മറന്നവളല്ല നാഗിനി. വരമഹിമയിൽ ദിഗ്വിജയങ്ങൾ സ്വന്തമാക്കുന്ന ദുർഗമരാജനോട് അനാദരവ് തീരെയില്ല. പക്ഷേ വിജയത്തിളക്കത്തിൽ അങ്ങ് മടങ്ങി വരുമ്പോഴൊക്കെ തടവറ നിറച്ചത് സുന്ദരികളായ മനുഷ്യ സ്ത്രീകൾ മാത്രമായിരുന്നില്ലേ? എന്താ, എണ്ണമേറെയുള്ള മനുഷ്യ സുന്ദരികൾ മാത്രമായിരുന്നോ അങ്ങയുടെ വിജയ വഴികളിലൊക്കെ? നിർത്തോ നാഗിനി, ആ വരുന്ന അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുന്നതിന് ഞാൻ ആ ചാമ്പലിൽ നിന്ന് ഒരു നുള്ളു ഭസ്മമെടുത്ത് നെറ്റിയിൽ അണിഞ്ഞാകും ഈ ദുർഗമന്റെ സന്ധ്യാവന്ദനം. എതിർക്കുന്ന വാക്കുകളും ഉയർത്തുന്ന വാൾമുനയും അരിഞ്ഞു വീഴ്ത്തും ഈ അസുര പ്രജാപതി. അരിഞ്ഞു വീഴ്ത്തണം രാജൻ. ഭൂതകാലത്തിന്റെ ദുർബലതകളിൽ ഒപ്പമുണ്ടായിരുന്ന ഈ നാഗിനിക്ക് ഇനി എന്ത് വിജയമാണ് നേടാനുള്ളത്? സ്ത്രൈണതയുടെ സൗരഭ്യം മാത്രം നുണയുന്ന അധികാരത്തിന്റെ വാർത്തലയ്ക്കായി ഈ ശരീരം നാഗിനി സജ്ജമാക്കി കഴിഞ്ഞു. പ്രാണഭയം ലവലേശമില്ലാതെ നാഗിനി പറയുന്നു, വരബലത്തിന്റെ അഹന്തയിൽ പരാക്രമങ്ങൾ അവലകളോട് പാടില്ല രാജൻ. വിഫലമായ നിന്റെ ജൽപ്പനങ്ങളെ കേൾക്കാൻ ദുർഗമന് കാതുകളില്ല. പരസ്പരം സ്നേഹം നുണഞ്ഞ നിമിഷങ്ങളെ ആവും പോലെ മറന്നു കളയാനും ഈ ദുർഗമന് കഴിയും. ഈ നാഗസൈലത്തിൽ സ്നേഹിച്ചത് മറന്നു കളയാനല്ല, പിന്നെ മരണമെത്തുന്ന നേരം വരെ ഉടലും ഉയരും തന്നെ പരസ്പര പൂരകങ്ങളായി തുടരാനാണ്. ഒരിക്കലും സാധ്യമാകാത്ത ആ സ്വപ്നത്തെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. ആളഹന്തയുടെ നെറുകയിൽ ഒരിക്കലെങ്കിലും ആദ്യം വെട്ടണം എനിക്ക്. നാഗിനി, ഇത് നീ ഇരുന്ന് വാങ്ങിയ മരണമാണ്. ചുംബന മുതിർക്കേണ്ട ചൂണ്ടുകൾ കൊണ്ട് നീ നമ്മെ അനുസരണ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തികട്ടി വരുന്നതെല്ലാം രാജമുഖത്തേക്ക് കുടഞ്ഞിടാൻ മാത്രം വളർന്നില്ല നാഗിനി നീ. കൊതിച്ചപ്പോഴല്ല ചൂരും ചൂടും തന്ന ഈ മനസ്സ് നിങ്ങൾ ഒരിക്കലും കണ്ടില്ല. ആസക്തിയുടെ കലയൊടുങ്ങും വരെ മാത്രമായിരുന്നു കപട സ്നേഹത്തിന്റെ കല്ലും മഴകൾ, കന്യാവനങ്ങളും അങ്കനാ സൗന്ദര്യവും മാത്രം നുകർന്നും മരവിച്ചു പോയ നിന്നെ ഈ നാഗസൈലന്ദ്രൻ ശപിക്കുന്നു. കന്യാശാപത്താൽ നിന്റെ കരുത്തിനും ആയുസ്സിനും അറുതിയുണ്ടാകും. കാത്തിരുന്നു.
കാണും ലോകം വന്നീ മുന്നിൽ നിൽക്കും തീയായി നെഞ്ചില്ലാടിക്കെത്തും പകയത് കാലം മൂന്നും കണ്ണിൽ കാണും ലോകം വന്നീ മുന്നിൽ നിൽക്കും തീയായി നെഞ്ചില്ലാടിക്കെത്തും പകയത് പ്രാമാണികമായ വേദങ്ങളുടെ അധിപനായ ദുർഗമന് ആഭിചാരങ്ങളിലെ വശ്യവും സാധ്യമായിരിക്കുന്നു. ഞാൻ എവിടെയാണ്? അമ്മേ, ആദിപരാശക്തി, ഇത് സത്യമോ മിഥ്യയോ? വാസന്തപുരത്തെ അവശേഷിച്ച പനിനീർ പുഷ്പം സീമന്തൻ ഇപ്പോൾ വശിപ്രയോഗത്തിലൂടെ നമ്മുടെ കാവൽപ്പുരയിലാണ്. എന്തിനിങ്ങനെ ചതികളുടെ തുടർക്കഥകളിലൂടെ അർഹമല്ലാത്തത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു? എന്തിനു നീ മാതൃകക്കാട്ടിലെത്തിച്ചു? എനിക്ക് മടങ്ങി പോകണം, എനിക്ക് മടങ്ങി പോകണം. നിന്റെ പൂവിതൾ അധരങ്ങളിൽ വിലാപമെന്തിന് സീമന്തൻ? ആഗ്രഹിച്ചതൊക്കെയും സ്വന്തമാക്കാറുള്ള ഈ ദുർഗമന്റെ ഭാര്യ പദവി നാം നിനക്ക് നൽകും. ഒരു നിമിഷം പോലും ഇത്തരം വാക്കുകളാൽ അടിയനെ നോവിക്കരുത്. വാസന്തപുരത്തെ അഗതിയായ എന്റെ മനസ്സിൽ ഇന്ദുചൂട യുവരാജാവല്ലാതെ മറ്റൊരാഗ്രഹവും ഇല്ല. അടിമകളോട് കാണിക്കുന്ന ഔദാര്യത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദുർഗമൻ. നെയ്തെടുത്ത ആഗ്രഹങ്ങളുടെ മുത്തുമാലയിൽ അവസാനത്തെ പവിഴത്തടിയാണ് നീ. ഓക്കെ, അടുത്ത പുലർവട്ടം ഉദിക്കുമ്പോൾ നിന്നെ നാം സുമംഗലിയാക്കിയിരിക്കും. കാമമോഹങ്ങളോട് ബന്ധനസ്ഥയാക്കി മാംഗല്യം തരപ്പെടുത്തുന്നതാണോ രാജധർമ്മം? ഉയർ കൊടുക്കേണ്ടി വന്നാലും അത് നടക്കില്ല. നടത്തും ഈ ദുർഗമൻ. അഴകുപൂക്കും നങ്കനാലാവണ്യം ആസ്വദിക്കാൻ ഇനിയൊരു പുലര് കൂടി കാത്തിരിക്കാൻ കഴിയില്ല സീമന്തിരി. തപസ് പോലെ സൂക്ഷിക്കുന്ന ഈ സീമന്തിനെ ഉപദ്രവിക്കരുത്. ഒരു സ്പർശം കൊണ്ട് പോലെയുള്ളവളെ കളങ്കപ്പെടുത്തരുത്.
ആദിമാതാവിന്റെ അവതാരം പിറവി സമാഗതമായി. കന്യകയായി ഞാൻ കേണപേക്ഷിച്ചിട്ടും ആവർത്തിച്ച് സ്പർശിച്ച് അശുദ്ധപ്പെടുത്തിയ നിന്നെ മനമൊരുങ്ങി ഞാൻ ശപിക്കുന്നു. കന്യക ശാപം നിരർത്ഥകമാകില്ല ഒരിക്കലും. ചണ്ഡികേ ദേവി സംഹാരിണി ശൈലപുത്രി ചണ്ഡമുണ്ടാസുര നിഗ്രഹികാരി ത്രൈലോക്യ ജനനീ ശാകംഭരി. പ്രഭു, ദുർഗമനാൽ അപമാനിതയായി എനിക്ക് മഹാമായയുടെ ദർശനം സാധ്യമായി. ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും ആശ തീർക്കാനായി കാമാവേശത്തോടെ എനിക്ക് നേരെ പാഞ്ഞെടുത്ത ഈ ഹീനജന്മത്തിന് ആദിമാതാവ് ശിക്ഷ നടപ്പാക്കി തുടങ്ങി. ആൾപ്രയോഗങ്ങളും വായ്ത്താരികളും അവസാനിപ്പിക്കൂ ദുർഗമ. ശിഷ്ടജീവിതം സൽക്കർമ്മങ്ങൾക്കായി ഇനിയും നീ നീക്കിവച്ചില്ലെങ്കിൽ ആർദ്രമായ അമ്മ മനസ്സിൽ സംഹാരത്തിന്റെ അഗ്നി ജ്വലിക്കും. നിനക്കായി കാലം കാത്തുവച്ച അനിവാര്യമായ പരാജയത്തിന്റെ നിമിഷങ്ങൾ അടുത്തു കഴിഞ്ഞു ദുർഗമ. ക്ഷണനിമിഷത്തിലെ മായയിൽ നടുങ്ങുന്നവനല്ല ദുർഗം. ആഭിചാരവും വശ്യവും പ്രയോഗിക്കുന്ന പൈശാചികതയ്ക്ക് അല്പവിജയം മാത്രമാണെന്നും മറക്കരുത് നീ. നിന്റെ അവതാരമൂർത്തിയുടെ സ്ഥലരാശിയിൽ ഈ ദുർഗമൻ നരബലി നടത്തും. മായാപുരിയുടെ കൽത്തുറങ്കിൽ നാം തടവിലാക്കിയ ചന്ദ്രചൂടന്റെ ശിരസറത്തുള്ള നരബലി. അതുകൊണ്ടും തൃപ്തിയാകാത്ത മൂർത്തികൾക്കായി വീണ്ടും ഒരു ഗണച്ഛേദം ഈ ദുർഗമൻ ഒരുക്കും. അടർന്നു പോയ ഗർഭത്തിന്റെ കഥനം ചുമന്ന വികല്പം ബാധിച്ച സൗഭാഗ്യത്തമ്പുരാട്ടിയുടെ ഗണച്ഛേദം. നിനക്കെതിരെ കഴിയില്ല ദുർഗമ. അഹന്തയുടെ അസുരരൂപത്തിന് ഇനി പരാജയത്തിന്റെ നാൾ വഴികളാണ്. ദുർഗമന്റെ പടയോട്ടത്തിൽ ശിരസും ശരീരവും നഷ്ടമായ കബന്ധങ്ങളുടെ കണക്കെടുപ്പിൽ അശരണരും ആലംബഹീനരും ഏറെയാണ്. ശാപങ്ങളുടെ പെരുമാറി നിന്നെ പതിക്കും ദുർഗമ. സ്വപ്നം, നിന്റെ വെറും സ്വപ്നം, വെറും സ്വപ്നം. ധർമ്മയുദ്ധത്തിന്റെ അവസാന അടരിൽ വിജയം ഈ ഇന്ദുചൂടനുള്ളതാണ്, ഈ ധീരക്ഷത്രിയനുള്ളതാണ്. കണ്ണുകൾ ചൂടിലെത്തിട്ടും പരാജയം സമ്മതിക്കാതെ പരാക്രമം നടത്തിയ ചന്ദ്രചൂടന് മായാപുരിയിലെ ഈ കൽത്തുറുങ്കാണ് അഭയം. നാണം കെട്ട ജന്മം. ധർമ്മയുദ്ധം ശീലിച്ച നമ്മോട്
നീ നേർയുദ്ധത്തിന് തയ്യാറാകും. അന്ധനായ ചന്ദ്രചൂടൻ എന്ന വീരക്ഷത്രിയന് തെല്ലും സഹതാപം ആവശ്യമില്ല. തടവറവാതിൽ തുറക്കൂ ദുർഗമ. ഒരു ബാലകന്റെ പോലും കായബലമില്ലാത്ത നിന്റെ അവസാന ആഗ്രഹം നാം അവഗണിക്കുന്നില്ല. മരണത്തിലേക്ക് ചുവടുവയ്ക്കുന്ന മഹാരാജന് ദുർഗമനുമായുള്ള ബലപരീക്ഷണത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മഹാരാജൻ, കണ്ണിൽ തിളക്കമുള്ള അങ്ങയുടെ മിഴികൾ പോലും ചൂഴ്ന്നെടുത്ത് അപമാനിച്ചിരിക്കുന്നു ഈ നീച്ച ജന്മം. ആറ്റുംപുറ്റിൽ നിന്ന് നമുക്ക് ആദിപരാശക്തി അനുഗ്രഹമായി തന്ന കടിഞ്ഞൂൽ കനിയെ പോലും ഈ നരാധമൻ നശിപ്പിച്ചു കളഞ്ഞു. ദുർഗമ, ആസുരികമായ നിന്റെ കൊടും ക്രൂരതകൾക്കെല്ലാം മരണം പോലും അവസാന വിധിയല്ല. കിനാവുകൾ കൊണ്ട് കൊട്ടാരം തീർത്ത നിങ്ങളുടെ ചിറകരഞ്ഞവനാണ് ഈ ദുർഗമൻ. എന്റെ പിതാവിനെ നിത്യാന്ധതയിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രതികാരം ആയുസ്സൊടുങ്ങാൻ 6 നിമിഷം മാത്രം ശേഷിക്കുമ്പോഴും അജയ്യനായ നമ്മെ ആക്രമിക്കാൻ ദുർബലരായ 2 പാട്ടുജന്മങ്ങൾ. മരണം മാത്രം കൺമുന്നിൽ തെളിയുമ്പോഴും വീരക്ഷത്രിയന് ഭയമേതുമില്ല ദുർഗമ. സൗഭാഗ്യേ, നമ്മൾ കൊതിച്ചതൊക്കെയും പാഴ്ക്കിനാവുകൾ മാത്രമായിരുന്നല്ലോ. മഹാരാജൻ, മോഹിക്കാൻ ഇനി ഏതുമില്ലാത്ത നമുക്ക് ജീവന്റെ നേരത്തെ കണിക പോലും അനാവശ്യമാണ്. കർമ്മകാണ്ഡത്തിൽ രക്തപ്പുഴ ഒഴുക്കിയ ഈ നീചന്റെ വാർത്തലയാൽ മരണപ്പെടാൻ ഇനി ഈ സൗഭാഗ്യം ഒരുക്കമല്ല. അതേ നാഥം, വാടനക്കങ്ങളും മരണഗന്ധവും ഒട്ടും പേടിപ്പെടുത്തുന്നതേ ഇല്ല. പ്രാണനെ പോലെ സ്നേഹിച്ച അങ്ങയുടെ ഉടപാടിന് ഈ ശാപജന്മത്തിനെ കൊന്നു തരാൻ മനസ്സുണ്ടോണം. സൗഭാഗ്യ പറഞ്ഞതാണ് ശരി. നിയോഗങ്ങളുടെ വഴിത്താര ഇവിടെ പൂർണ്ണമാകുന്നു. അമ്മേ, മഹാമായേ, തോൽവി സമ്മതിക്കാനാവതില്ലാത്ത ഈ 2 മനസ്സുകളുടെ ശക്തി ക്ഷയിച്ച ശരീരങ്ങളെ തൊടാൻ ഇനി ആരെയും അനുവദിക്കില്ല. ചിലതങ്ങനെയാണ്. ആയുസ്സെത്തും മുമ്പേ കൊഴിഞ്ഞു പോകുന്ന പച്ചില. വാൾ വീശാതെ പോലും മരണം വിതയ്ക്കാൻ ശേഷിയുള്ള ദുർഗമന് ആത്മാഹുതി കണ്ണിറെ കണ്ടതിന്റെ സന്തോഷമാണെന്ന്. അജമാംസവും മധുസേവയുമായി നാം ഈ രാത്രി ഇവർക്കൊപ്പമാണ്. ഇവർക്കൊപ്പം, ഈ പടുമരണങ്ങൾക്കൊപ്പം. പ്രതീക്ഷകളെരിയുന്നു, കരിമുകിൽ മുഖപടമണിയുന്നു,
വിരഹത്തിൻ ഭാരം ചുമക്കുന്ന ഹൃദയം കണ്ണീർ മഴയിൽ നനയുന്നു. തിരിതാഴ്ത്തി മടങ്ങുന്ന പകലിന്റെ ചിത കത്തിയിരിയുന്നു. ഏതോ രാക്കിളി കരയുന്നു. കനൽപ്പൊട്ടുപോലെ കത്തിയമരുന്ന പ്രിയ ജ്യേഷ്ഠൻ മുലപ്പാലം താരാട്ടം നെഞ്ചിലേറ്റി നീറിയൊടുക്കുന്ന പ്രിയ ജ്യേഷ്ഠത്തെ, അമ്മേ, ആദിപരാശക്തി, നിയോഗത്തിന്റെ ഇരുൾവനങ്ങളിൽ ഇനി എന്താണ് ശേഷിക്കുന്നത്? യുവരാജൻ, ശോകസാന്ദ്രമായ രാജവീഥികളിൽ ജനങ്ങൾ തുടർ ജീവിതത്തിന്റെ ചെറുതിരിപ്പുകളിലാണ്. വരമഹിമയുടെ അഹങ്കാരം വളർന്നു തുടങ്ങിയ ദുർഗമന്റെ പതനത്തിന് ആരംഭമായെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. ഈ നമുക്കും പതർച്ചയുടെ ഭാരം വല്ലാതെ അനുഭവപ്പെടുന്നു. അഹിതമായതൊക്കെയും ഉൾക്കാമ്പിലെ ഉലയിൽ ചുട്ടുപഴുക്കുന്നു. സങ്കടങ്ങളുടെ വേൽപക്ഷികൾ നെഞ്ചകത്ത് ആഞ്ഞു കുത്തുമ്പോ അശാന്തിയുടെ നാൾ വഴികളെ എങ്ങനെ അതിജീവിക്കാനാണ് ഈ ചൂട്? ഗിരിശൃംഗം പോലുള്ള സങ്കടങ്ങളുടെ നെറുകയിൽ സാന്ത്വനത്തിന്റെ തെളിനീരുറവ പിറക്കാൻ സമയം സമാഗതമായെന്ന് കരുതണം രാജൻ. ആളൊഴിഞ്ഞ രാജസിംഹാസനത്തിൽ കരുത്തിന്റെയും കാരുണ്യത്തിന്റെയും കാവലാളായി ഇനി ഇന്ദുചൂട മഹാരാജൻ ഉണ്ടാവണം. ശരിയാണ്. വർദ്ധിതമായ സങ്കടങ്ങളുടെ പെരുമിട നനയാൻ ഇനി ഇന്ദുചൂടന് വയ്യ. ശിഥിലമായ ജനജീവിതത്തിന്റെ സന്തോഷങ്ങളെ തിരികെ എത്തിക്കാൻ നമുക്കാവണം, അല്ലേ ശ്രീമന്തിനി? അതെ. എരിഞ്ഞടങ്ങുന്ന ചിതയിലെ മോക്ഷം കൊതിക്കുന്ന ആത്മാക്കൾ നിത്യതയിൽ ലയിക്കാനായി സവിശേഷമായ ഭരണത്തിന്റെ നേതൃസ്ഥാനത്ത് അങ്ങെത്തണം. അരജനെന്ന സ്ഥാനം നഷ്ടമായെങ്കിലും അടിയനെന്നും അങ്ങയുടെ ദാസനാണ്. അതിനാൽ പറയുന്നു, മരണാനന്തര കർമ്മങ്ങളുടെ ദിനരാത്രങ്ങൾ അവസാനിച്ച ആരവങ്ങളും ആഘോഷങ്ങളും തെല്ലുമില്ലാത്ത പട്ടാഭിഷേകത്തിന് അടിയൻ ഏർപ്പാടുകൾ ചെയ്യാം. അതെ, അവസാന അംഗമാണിനി. ഒരല്പമെങ്കിലും ശക്തി ക്ഷയിച്ച ദുർഗമൻ ഇനി മൗനം പാലിക്കില്ല, അടങ്ങിയിരിക്കില്ല ദുർഗമൻ. പ്രഹരശേഷി ഏറെയുള്ള ദുർഗമന്റെ പ്രതികാരത്തിന് ഇനിയും ശക്തി കൂടും. ആദിമാതാവിന്റെ അനുഗ്രഹം അനിവാര്യമാണ് നമുക്ക്. ഇനിയുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനാപൂരിതമാകണം. വിഷലിപ്തമായ കാമനയുമായി വാസന്തപുരത്തിൽ അവസാന യുദ്ധകാഹളവുമായി ദുർഗമൻ എത്തുമ്പോൾ മരണത്തിന്റെ ഗന്ധവും മെതിയടി അനക്കങ്ങളും അവന് വരവേൽക്കണം. പഠിച്ചതൊക്കെയും പ്രാവർത്തികമാക്കാനുള്ള സുമുഹൂർത്തം സമാഗതമായി. ഇനി തോൽവികളില്ല, ശതകോടി സങ്കടങ്ങളില്ല. മരണം കണ്ട് മഞ്ഞളിച്ച അസുരകുലജാതന് ഈ ഇന്ദുചൂടൻ ശവമഞ്ചമൊരുക്കും. ഗോപുരങ്ങളിലും പ്രധാന കവാടങ്ങളിലും സമർത്ഥരെ വിന്യസിക്കണം. അവശേഷിക്കുന്ന ജീവിതങ്ങളെ അപായപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. മായാശക്തി പകുതിയിലധികം നഷ്ടമായ ദുർഗമൻ ഹസ്തബലത്താലാകും അവസാന പോരാട്ടത്തിന് കളമൊരുക്കുക. പ്രഭു, സുസജ്ജമാണ് നമ്മുടെ സേനാനന്ദങ്ങൾ. ശ്രീമന്തിനി കുമാരിയും സുഖപുരത്തരജനും ആത്മവിശ്വാസത്തിന്റെ തീപ്പന്തങ്ങൾ സേനയിൽ കൊളുത്തിക്കഴിഞ്ഞു. വിവേകമതിയായ നമ്മുടെ ശ്രീമന്തിനിയുടെ വിചാരങ്ങളിൽ പോലും ആത്മവിശ്വാസത്തിന്റെ കൊടിയേറ്റമാണ്. ദേവീ പൂജയുമായി അവൾ വാസന്തപുരത്തിനായി പ്രാർത്ഥനയിലുമാണ്. സേനാപതി, അടിയൻ ജാഗ്രതയുടെ നാഴികകളാവണം ഇനി. വ്യക്തമായ നിർദ്ദേശങ്ങളുമായി പ്രധാന കവാടത്തിലായിരിക്കണം സേനാപതിയുടെ സ്ഥാനം. ഉത്തരവ്. നന്മതിന്മകളുടെ പാഠശാലകളിൽ
കതിരും പതിരും തിരികേണ്ടു പോകുന്നു. അധർമ്മം പുലരുന്ന സഞ്ചാരപഥങ്ങളിൽ അശ്വാരൂഢരായ ദൈവികത സംഹാരത്തിന്റെ കനത്തിളക്കവുമായി വന്നു പിറന്നേ മതിയാകും. അമ്മേ മഹാകാളി, മാനവകുലത്തിന്റെ പരമ്പര അറ്റുപോകാത്ത വിധം അവസാന യുദ്ധത്തിന്റെ അടർക്കളത്തിൽ അവതാര പിറവിയായി ഉള്ളിലും ഉയിരിലും നിറഞ്ഞു ശോഭിക്കണേ അമ്മേ മഹാമായേ. ഇന്ദുചൂഡ, ഉള്ളൊരുക്കമുള്ള നിന്റെ ജപങ്ങളാൽ കൈലാസഗിരി പോലും മൗനത്തിലാഴുന്നു. വിധാതാവായ ബ്രഹ്മദേവന്റെ വരമുഹൂർത്തങ്ങളിൽ ഓർമ്മിച്ചു വെക്കേണ്ടതെല്ലാം ദുർഗമൻ മറന്നിരിക്കുന്നു. കന്യാശാപത്താൽ ആയുസ്സിന്റെ ദൈർഘ്യം കുറഞ്ഞ ആസുരികതയ്ക്ക് നാം തന്നെ മറുപടി നൽകാം. സൃഷ്ടി പോലെ തന്നെയാണ് സ്ഥിതിയും സംഹാരവും. ശത്രുനാശത്തിനായി നാം എത്തിച്ചേരും വരെ രാജധർമ്മം വെടിയാതെ യുദ്ധമുഖത്ത് തുടരുക. ദുർഗമ, അധാർമികതയുടെ വിളനിലമായ നിന്റെ കൊടും ക്രൂരതയ്ക്ക് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. അവസാന വിജയം ഈ ഇന്ദുചൂടന്റേതാണ്. പരാജയത്തിന്റെ കഥ നുണയാൻ കാതുകൾക്കാകുന്നില്ല നിജ. ഏതു മാർഗത്തിലൂടെയും അന്തിമ വിജയം നമുക്കായിരിക്കണം. അന്തപുരത്തിലും അകത്തളത്തിലും ആളിമാരുടെ അടക്കം പറച്ചിലുകൾ ഇന്നോടെ അവസാനിക്കും. വാസന്തപുരത്തെ അനന്തരാവകാശി ഈ സൗഭാഗ്യയുടെ ഉദരത്തിൽ പിറവിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട മകളെ ദുഃഖമേ. എന്ത് സംഭവിച്ചു? മൗനം വീക്ഷിക്കാതെ വാതുറക്ക. പിതാവായ നമ്മുടെ കൺമുന്നിൽ വെച്ച് ശേഷം നാം പറയും, പറഞ്ഞല്ലേ മതിയാകും. പിതാവിന്റെ കൺമുന്നിൽ വെച്ച് മകളുടെ വിലപ്പെട്ട മാനം ദുർഗമനിങ്ങി കവർന്നെടുത്തു. കന്യകയുടെ രുചി നുണഞ്ഞ ദുർഗമന് ഇനി വേണ്ടത് ഈ രാജപരമ്പരയിൽ അവസാന ജീവനായ നിന്നെ, അതെ ഇന്ദുചൂടനെയാണ്. കലി നിറഞ്ഞ നിന്റെ പൗരുഷ കുതിപ്പിൽ ദുർഗമൻ ഇളകില്ല. അഴകളവുകളുടെ മധുരക്കനിയായ കന്യകയുടെ സ്വാദറിഞ്ഞ ദുർഗമന് ഇരട്ടി ബലമാണ് ഇന്ദുചൂട. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ എന്റെ കൺമുന്നിൽ വെച്ച് അപമാനിച്ച് നിന്നെ ഞാൻ വരൂ വരൂ. നമ്മുടെ ഹസ്തബലത്തിന്റെ 1000-1 മതി ദുർഗമന് ഈ പടുജന്മത്തെ ഞെരിച്ചുടയ്ക്കാൻ. നിരായുധനായി നിൽക്കുന്ന ഇന്ദുചൂടനെ കാണുമ്പോൾ വ്യാഘ്രത്തിന് മുന്നിൽപ്പെട്ട മാൻപേടയെ ഓർമ്മ വരുന്നു. നിനക്ക് നേരെ നാം ആയുധമെടുക്കില്ല, ഹസ്തബലം മാത്രം മതി ദുർഗമന്. തളരാത്ത പോരാട്ട വീര്യത്തോടെ നമ്മുടെ പ്രതിമ സൃഷ്ടിച്ച് പരിശീലനം നടത്തിയ പോരാളി ഇന്ദുചൂട.
മെയ്ക്കരുത്ത് കൊണ്ടാവട്ടെ അവസാന ഇരയുടെ ശ്വാസം വളർത്തി മാറ്റേണ്ടത്. ദുർഗമ, നാവടക്ക്. ധീരന്മാർ ഒരു മരണം മാത്രം. ഒരു താനുറച്ച ക്ഷത്രിയ രക്തത്തിനും മരണഭീതിയില്ല. യുവരാജന് പകരം സീമന്തിനോട് പ്രാണൻ എടുത്തോളൂ. പാതി മരണപ്പെട്ട ഈ പാവ സ്ത്രീ ജന്മത്തിന് ശിഷ്ട ജീവിതത്തിന് മോഹമില്ല. ശ്രീമന്തിനി, ഈ ഹീനജന്മത്തോട് യാതന വേണ്ട. പോകൂ, പൊയ്ക്കോളൂ. വാടിക്കൊഴിഞ്ഞ വനമുല്ല പോലെയാണെങ്കിലും വാസന അവസാനിക്കുന്നില്ല നിനക്ക്. മരണം മാത്രമാണ് നിനക്ക് അഭികാമ്യം. ആർക്കൊലയ്ക്കുന്ന കൊടുങ്കാറ്റ് പോലെ പ്രതികാരം ഉറയ്ക്കുന്ന ഇന്ദുചൂടന്റെ മനസ്സിൽ നപുംസകമാണ് നീ. ആൺവർഗത്തിന് അപമാനം മാത്രം വിധ ജന്മം. ബ്രഹ്മദേവന്റെ അനുഗ്രഹം നേടിയ നീ നരലോകത്തിനും ദേവലോകത്തിനും കളങ്കം ചാർത്തിയിരിക്കുന്നു. സ്വന്തം പ്രേമഭാജനത്തെ പോലും വാൾമുനയാൽ അവസാനിപ്പിച്ച നിന്റെ കരങ്ങളിലും ഹൃദയത്തിലും ശാപപങ്കിലമായ രക്തക്കറ പരിണ്ടിരിക്കുന്നു. കന്യാശാപം ഭവിച്ച നിനക്ക് വിധാതാവായ ബ്രഹ്മദേവന്റെ ഹിതപ്രകാരം മരണം മാത്രമാണ് വിധി.
ത്രിമൂർത്തികൾ പോലും ശങ്കയിലാകുമ്പോൾ ശോകം ശമിപ്പിക്കുന്ന ശാകംബരിയായും ദുർഗമനെ നിഗ്രഹിക്കാൻ ദുർഗയായും പ്രപഞ്ച മാതാവ് അവതാരപ്പിറവി കൈക്കൊള്ളുന്നു. ചണ്ഡികേ ദേവി സംഹാരിണി ശൈലപുത്രി ചണ്ഡമുണ്ടാസുര നിഗ്രഹേ കാളി ത്രൈലോക്യ ജനനി ശാകംഭരി തിരുവനന്തപുരം സ്വരസാഗര എന്റർടൈനേഴ്സിന്റെ നന്ദി ഒരിക്കൽ കൂടി.